ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കോൺസെപ്റ്റ് ആംഗിൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച സോളിഡ് സ്റ്റേറ്റിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോണേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ജസ്റ്റ് ഒരു റിവ്യൂ നോക്കുവാണെങ്കിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇൻട്രൊഡക്ഷൻ പഠിച്ചു, പിന്നെ അതുപോലെ തന്നെ ഓരോ എങ്ങനെയാണ് അറേഞ്ച്മെന്റ്സ് വരുന്നത്, കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെന്റ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് പഠിച്ചു. എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഒരു യൂണിറ്റ് സെല്ലിൽ ഉണ്ടാകും എന്നുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത് ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചർ. അതായത് നമുക്കറിയാം സോളിഡ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എങ്ങനെയായിരിക്കും? ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും അല്ലേ. സോ അപ്പോൾ ആ ക്ലോസ്ലി പാക്ഡ് എന്ന് പറഞ്ഞാൽ ആ അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോണേ. ഓക്കെ, സോ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് 3 രീതിയിൽ ക്ലോസ് പാക്ക് ചെയ്യാം. അതായത് 1 ഡയമെൻഷനിൽ ക്ലോസ് പാക്ക് ചെയ്യാം, 2 ഡയമെൻഷൻ ആൻഡ് 3 ഡയമെൻഷൻ. 3 രീതിയിലാണ് ക്ലോസ് പാക്കിംഗ് വരിക. 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ ആൻഡ് 3 ഡയമെൻഷൻ. സോ അതിൽ നമുക്ക് ആദ്യം 1 ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ് ഇൻ 1 ഡയമെൻഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിനെ ആറ്റംസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. സോ ആ ആറ്റംസിന്റെ ഷേപ്പ് ഏകദേശം ഒരു സ്ഫിയർ ആണ്. ഒരു ആറ്റം എന്ന് പറയുന്നത് ഒരു സ്ഫിയേഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ സ്ഫിയേഴ്സിനെ ഒരു റോയിൽ അറേഞ്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്ലോസ് പാക്കിംഗ് ഇൻ 1 ഡയമെൻഷൻ എന്ന് പറയുന്നത്. ക്ലോസ് പാക്കിംഗ് ഇൻ 1 ഡയമെൻഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സ്ഫിയേഴ്സിനെ സിംഗിൾ റോയിൽ അറേഞ്ച് ചെയ്യുന്നതിനാണ് ക്ലോസ് പാക്കിംഗ് ഇൻ 1 ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയത് എല്ലാ സ്ഫിയേഴ്സും ഒരു ലൈനിൽ അല്ലെങ്കിൽ ഒരു റോയിൽ നമ്മൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. സോ അതിൽ ഈ സ്ഫിയറിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സ്ഫിയറിന് ചുറ്റും എത്ര സ്ഫിയേഴ്സ് ഉണ്ട്? വേറെ 2 നെയ്ബറിംഗ് സ്ഫിയേഴ്സ് ഉണ്ട് അല്ലേ. സോ ദി നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബേഴ്സ് ഒരു പാർട്ടിക്കിളിന്റെ അല്ലെങ്കിൽ ഒരു സ്ഫിയറിന്റെ തൊട്ടടുത്തുള്ള 2 നിയറസ്റ്റ് നൈബേഴ്സിന്റെ നമ്പറിനെ, 2 അല്ല നിയറസ്റ്റ് നൈബേഴ്സിന്റെ നമ്പറിനെ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ നമ്പർ. ഓക്കെ, കോർഡിനേഷൻ നമ്പർ. സോ ദിസ് ഈസ് ദി നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബേഴ്സ് ഓഫ് എ പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു സ്ഫിയർ എടുക്കുകയാണെങ്കിൽ ആ സ്ഫിയറിന്റെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ ടച്ച് ചെയ്തിരിക്കുന്ന ആ സ്ഫിയറിനെ ടച്ച് ചെയ്തിരിക്കുന്ന എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് ആ നമ്പറിനെ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ നമ്പർ. സോ അപ്പൊ ഈ കേസിൽ നമ്മുടെ ഫസ്റ്റ് 1 ഡയമെൻഷനിൽ ഇവരെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ ഇതിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയായിരിക്കും? ഈ സ്ഫിയറിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ സ്ഫിയർ ഈ സ്ഫിയറുമായിട്ടും സെക്കൻഡ് വൺ രണ്ടാമത്തേത് 2 സ്ഫിയേഴ്സുമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട് അല്ലെ. സോ അപ്പൊ ഇവന്റെ നിയറസ്റ്റ് നൈബേഴ്സ് എന്ന് പറയുന്നത് ലെഫ്റ്റിലും റൈറ്റിലും ഇരിക്കുന്ന 2 പേരാണ്. സോ ദ കോർഡിനേഷൻ നമ്പർ ഓഫ് 1 ഡയമെൻഷൻ പാക്കിംഗ് എന്ന് പറയുന്നത് ഈക്വൽ ടു 2 ആയിരിക്കും. അപ്പൊ എന്താ കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ? കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് ദി നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബർ ഓഫ് എ പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ നിയറസ്റ്റ് നൈബേഴ്സ്, അതായത് അതിനെ ടച്ച് ചെയ്തിരിക്കുന്ന എത്ര പാർട്ടിക്കിൾ ഉണ്ട് ആ നമ്പറിനെയാണ് എന്ത് വിളിക്കുക? കോർഡിനേഷൻ നമ്പർ എന്ന് വിളിക്കുക. അപ്പൊ 1 ഡയമെൻഷൻ പാക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സ്ഫിയേഴ്സ് എല്ലാം സിംഗിൾ റോയിൽ അറേഞ്ച് ചെയ്യും. അതിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയായിരിക്കും? 2 ആയിരിക്കും. കാരണം ഒരു സ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓരോ സ്ഫിയേഴ്സ് ആയിരിക്കും അതിനെ ടച്ച് ചെയ്തിരിക്കുക. സോ ഇനി നെക്സ്റ്റ് ഈസ് ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡയമെൻഷൻ. 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്. നമ്മളിപ്പോൾ 1 ഡയമെൻഷനിൽ അറേഞ്ച് ചെയ്തില്ല റോസ് ആയിട്ട്, അതുപോലെ ഒരു റോയും കൂടെ അതിന്റെ മേലെ പ്ലേസ് ചെയ്യും. അതായത് ഫസ്റ്റ് ഒരു റോ പ്ലേസ് ചെയ്യും, അതിന്റെ മുകളിൽ അതേ സെക്കൻഡ് റോയും പ്ലേസ് ചെയ്യും. ആ പ്ലേസിങ് നമുക്ക് 2 രീതിയിൽ നടത്താം. അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇത് നോക്കിയേ, ഇവിടെ ഒരു റോ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ പാർട്ടിക്കിൾസിന്റെ ഒരു റോ നമ്മൾ പ്ലേസ് ചെയ്തു. ദിസ് ഇസ് ദി ഫസ്റ്റ് റോ. ഇതിനെ നമുക്ക് ഫസ്റ്റ് റോ എന്ന് വിളിക്കാം അല്ലെ, അല്ലെങ്കിൽ ഫസ്റ്റ് ലെയർ ഫസ്റ്റ് റോ എന്ന് പറയാം. അതേപോലെ തന്നെ സെക്കൻഡ് റോയും പ്ലേസ് ചെയ്തു. അതായത് സെക്കൻഡ് റോ എന്ന് പറയുന്നത് ഈസ് പ്ലേസ്ഡ് എക്സാക്ട്ലി അബൌവ് ദി ഫസ്റ്റ് റോ. ഫസ്റ്റ് റോയുടെ എക്സാക്ട്ലി മുകളിലായിട്ട് ആരെ പ്ലേസ് ചെയ്തു? എക്സാക്ട്ലി അതുപോലെ തന്നെ സെക്കൻഡ് റോയും നമ്മൾ പ്ലേസ് ചെയ്തു. സോ സെക്കൻഡ് റോ, ഓക്കെ, ഫസ്റ്റ് റോ പ്ലേസ് ചെയ്തു, അതേപോലെ തന്നെ സെക്കൻഡ് റോയും നമ്മൾ പ്ലേസ് ചെയ്തു. അപ്പോൾ വെർട്ടിക്കലിയും അതുപോലെ തന്നെ ഹൊറിസോണ്ടലി എടുത്താലും വെർട്ടിക്കലി എടുത്താലും പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്താണ്? അലൈൻഡ് ആയിരിക്കും, പെർഫെക്റ്റ്ലി അലൈൻഡ് ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് റോ ഫസ്റ്റ് പ്ലേസ് ചെയ്തു, അതിനുശേഷം അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ മുകളിൽ സെക്കൻഡ് റോയും പ്ലേസ് ചെയ്തു. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് റോയ്ക്ക് പേര് കൊടുക്കുക, ദാറ്റ് ഈസ് എ ടൈപ്പ് എന്ന് കൊടുക്കുവാണെങ്കിൽ സെക്കൻഡ് റോയും നോക്കിയേ, സെക്കൻഡ് റോയും എങ്ങനെയാ അതുപോലെ തന്നെയല്ലേ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് അഗെയിൻ എ ടൈപ്പ്. സോ അപ്പൊ അതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് അങ്ങനെ എ എന്ന് പറയുന്ന ആ ടൈപ്പ് അല്ലേ റിപ്പീറ്റ് ചെയ്ത് വരിക. സോ നമുക്ക് വിളിക്കാം ദാറ്റ് ഈസ് എ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് വിളിക്കാം.
ഓക്കെ, എങ്ങനെ ഫസ്റ്റ് റോയുടെ മുകളിൽ അതേപോലെ തന്നെയാണ് സെക്കൻഡ് റോ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എ പാറ്റേൺ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഈ കേസിൽ നോക്കിയത് ഇവിടെ ഒരു സ്ഫിയർ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇനി ഇവന്റെ കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കാനാണ് കേട്ടോ പോണേ. ഈ സ്ഫിയർ നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അവനെ എത്ര പേര് ടച്ച് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ അതിന്റെ നിയറസ്റ്റ് നൈബേഴ്സ്, അതായത് ആ സ്ഫിയറിനെ ടച്ച് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം, ടച്ച് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസിന്റെ എണ്ണം കേട്ടോ. സോ അപ്പൊ ഈ സ്ഫിയറിനെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ 1 2 3 4 അല്ലെ, 1 2 3 4 4 പേര് അതിന്റെ തൊട്ടടുത്തുണ്ട്, അല്ലെങ്കിൽ 4 പേര് ആ സ്ഫിയറിനെ നമ്മൾ കൺസിഡർ ചെയ്ത സ്ഫിയറിനെ ആയാലും ഇതിലിപ്പോ ഏത് സ്ഫിയർ എടുത്താലും ആ സ്ഫിയറിന് ചുറ്റിനും എത്ര പേരുണ്ട്? 4 പേര് ഉണ്ട്. 4 പേര് ക്ലോസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ടച്ച്ഡ് ആയിട്ട് ഇരിപ്പുണ്ട്. സോ ദ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്, കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്പർ ഈക്വൽ ടു 4, ബിക്കോസ് കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾ, നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബേഴ്സ് ഓഫ് എ പാർട്ടിക്കിൾ എന്നാണ് അല്ലെ. ഒരു പാർട്ടിക്കിളിന്റെ നിയറസ്റ്റ് നൈബേഴ്സിന്റെ നമ്പറിനാണ് കോർഡിനേഷൻ നമ്പർ എന്ന് വിളിക്കുക. അപ്പൊ ഈ കേസിൽ നമ്മുടെ സ്ഫിയറിനെ എടുക്കുമ്പോൾ സ്ഫിയറിന് തൊട്ടായിട്ട് അല്ലെങ്കിൽ ടച്ച് ചെയ്തിരിക്കുന്നത് 4 പേരാണ് നിയറസ്റ്റ് നൈബേഴ്സ് എന്ന് പറയുന്നത്. സോ ദ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 4 ആയിരിക്കും. പിന്നെ ഇതിന് പേര് കൊടുത്തിരിക്കുന്നുണ്ടോ? സ്ക്വയർ ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചർ എന്നല്ലേ. സ്ക്വയർ ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചർ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ ഈ സ്ഫിയറിനെ എടുക്കുവാണെങ്കിൽ അവന്റെ ചുറ്റിനുമുള്ള 4 പേരെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് എ സ്ക്വയർ അല്ലെ, ഒരു സ്ക്വയർ ആണ് നമുക്ക് കിട്ടുക. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ എസ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചർ. അതായത് നമ്മുടെ കൺസിഡർ ചെയ്ത സ്ഫിയറിനെ അല്ലെങ്കിൽ ഓരോ സ്ഫിയേഴ്സിനെ എടുക്കുമ്പോൾ അതിന് ചുറ്റും 4 പേരുണ്ട്. ആ 4 പേരുടെയും സെന്റേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ അല്ലെ 4 പേരെയും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് എ സ്ക്വയർ. സോ അതുകൊണ്ടാണ് ഇവനെ നമ്മൾ എന്ത് വിളിക്കുക? സ്ക്വയർ ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് വിളിക്കണം. ഓക്കെ, ഇനി അത് ഒരു പോസിബിലിറ്റി. രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വി പ്ലേസ് അവർ ഫസ്റ്റ് ലെയർ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ എന്ന് വിചാരിക്കുക. ആ ഫസ്റ്റ് ലെയറിന്റെ ഡിപ്രഷൻ നമുക്കറിയാം, സ്ഫിയേഴ്സ് ആണ്. ഇപ്പൊ ബോൾസ് ആണെങ്കിൽ പോലും നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ ഗ്യാപ്സ് വരും അല്ലെ, ഡിപ്രഷൻസ് വരൂലേ അല്ലെ. ആ ഡിപ്രഷനിലാണ് നമ്മൾ സെക്കൻഡ് ലെയർ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഫസ്റ്റ് ലെയർ അതിന്റെ ഡിപ്രഷൻ ആണിത്. ആ ഡിപ്രഷനിൽ പാർട്ടിക്കിൾസ് വരുന്ന വിധത്തിലാണ് സെക്കൻഡ് ലെയർ പ്ലേസ് ചെയ്യുന്നത്. ദിസ് ഇസ് അവർ സെക്കൻഡ് ലെയർ. സെക്കൻഡ് ലെയർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോ എന്ന് പറയണത് പ്ലേസ് ചെയ്യുന്നത് ഫസ്റ്റ് റോയുടെ ഡിപ്രഷൻസിലാണ് എങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആയിരിക്കും കിട്ടുക. ഓക്കെ, ഫസ്റ്റ് ലെയറിന്റെ ഡിപ്രഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് റോയുടെ ഡിപ്രഷൻസിലാണ് സെക്കൻഡ് റോ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അതാണ് സെക്കൻഡ് പോസിബിലിറ്റി. അപ്പൊ ഫസ്റ്റ് ലെയറിന് ഇഫ് ഐ നെയിംഡ് ആസ് എ ടൈപ്പ് എന്ന് കൊടുക്കുവാണെങ്കിൽ അതുപോലെയാണോ സെക്കൻഡ് ലെയർ ഇരിക്കുന്നത്? നോക്കിയേ, ഫസ്റ്റ് ലെയറിലെ മോളിക്യൂൾസിനെ അല്ലെങ്കിൽ ഫസ്റ്റ് ലെയറിലെ സ്ഫിയേഴ്സിനെ പോലെയാണോ സെക്കൻഡ് ലെയറിലെ സ്ഫിയേഴ്സ് ഇരിക്കുന്നത്? എക്സാക്ട്ലി അലൈൻഡ് ആണോ? അല്ല അല്ലെ. സോ അപ്പൊ നമുക്ക് അതിന് എ ടൈപ്പ് എന്ന് കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. സോ സെക്കൻഡ് ലെയറിന് നമ്മൾ എന്ത് കൊടുക്കും? ബി ടൈപ്പ് എന്ന് കൊടുക്കും. ആൻഡ് തേർഡ് ലെയർ നോക്കി അല്ലെങ്കിൽ തേർഡ് റോ നോക്കിയേ, തേർഡ് റോ എന്ന് പറയുന്നത് എക്സാക്ട്ലി സെയിം ആസ് ഓഫ് ദി ഫസ്റ്റ് ലെയർ ആണ് അല്ലെ. ഫസ്റ്റ് റോ അല്ലേ, ഫസ്റ്റ് റോ പോലെ തന്നെയല്ലേ തേർഡ് റോ ഇരിക്കുന്നത്. സോ ഇറ്റ് ഈസ് അഗെയിൻ എ ടൈപ്പ്. സോ അപ്പൊ ഇതിന്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും? എ ബി പാറ്റേൺ ആയിരിക്കും ഫോളോ ചെയ്യുക. ഓക്കെ, എ ബി പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റും സെക്കൻഡ് ലെയറും ഡിഫറെന്റ് ആയിരിക്കും. ബട്ട് ഫസ്റ്റ് ആൻഡ് തേർഡ് ലെയർ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി അലൈൻഡ് ആയിരിക്കും. ഹൊറിസോണ്ടലി നോക്കിയാലും വെർട്ടിക്കലി നോക്കിയാലും ഫസ്റ്റ് ആൻഡ് തേർഡ് ലെയർ എന്ന് പറയുന്നത് അലൈൻഡ് ആയിരിക്കും. ബട്ട് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് ഒരിക്കലും അലൈൻഡ് ആയിരിക്കില്ല. സോ അതാണത് എ ബി പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇനി ഇവന്റെ കോർഡിനേഷൻ നമ്പർ സി എൻ എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ നമ്പർ ആണ് കേട്ടോ. ഞാൻ CN എന്ന് എഴുതുവാണേ. സോ അപ്പൊ CN അല്ലെങ്കിൽ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് നോക്കിയേ, ഈ സ്ഫിയർ ഇവിടെ കളേർഡ് ആയിട്ട് അല്ലെങ്കിൽ ഡെൻസ് കളറിൽ കൊടുത്തിരിക്കുന്ന ഈ സോളിഡ് കളറിൽ കൊടുത്തിരിക്കുന്ന സ്ഫിയറിനെ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അവന് ചുറ്റിനും എത്ര പേരുണ്ടെന്ന് നോക്കിയേ? 1 2 3 4 5 6 അല്ലെ, 6 പേരുണ്ട് ചുറ്റിനും. സോ ദ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു 6 ആയിരിക്കും. സോ ഇൻ കേസ് ഓഫ് ദിസ് പാക്കിംഗ്, അതായത് ഫസ്റ്റ് ലെയറിന്റെ ഡിപ്രഷൻസിലാണ് സെക്കൻഡ് ലെയർ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഇൻ ദാറ്റ് കേസ് ദ കോർഡിനേഷൻ നമ്പർ ഈസ് ഈക്വൽ ടു 6 ആയിരിക്കും. ഇനി ഇതിന്റെ പേര് നോക്കിയേ, ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ 6 പേരെയും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് എ റെഗുലർ ഹെക്സഗൺ. ഈ 6 പേര്, അതായത് നമ്മുടെ ഈ ചുറ്റിനും ഇരിക്കുന്ന നിയറസ്റ്റ് നൈബേഴ്സിന്റെ സെന്റേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് എ റെഗുലർ ഹെക്സഗൺ. അതുകൊണ്ടാണ് അവനെ നമ്മൾ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഓൾറെഡി സ്ക്വയർ ക്ലോസ് പാക്കിംഗ് കണ്ടു അത് പ്രീവിയസ് സ്ലൈഡിൽ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് കണ്ടു. ഇതിൽ ഏതായിരിക്കും മോർ എഫിഷ്യന്റ് എന്ന് പറയുന്നത്? എഫിഷ്യന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നോക്കി, ഇതാണ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്ഫിയേഴ്സിന്റെ ഇടയിൽ ഗ്യാപ്പ് വരുന്നത് കണ്ടോ? ഈ സ്പേസ് എന്ന് പറയുന്നത് എംപ്റ്റി സ്പേസ് ആയിരിക്കും അല്ലെ, ഫ്രീ സ്പേസ് ആയിരിക്കും. അവിടെ പാർട്ടിക്കിൾസ് ഒന്നുമില്ല. ഇപ്പൊ നമ്മുടെ സ്ഫിയേഴ്സ് ആയതുകൊണ്ട് സ്ഫിയേഴ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ എന്തായാലും അതിന്റെ ഇടയിൽ എന്ത് വരും? സ്പേസ് വരും അല്ലെ. സോ സ്ക്വയർ
ക്ലോസ് പാക്കിങ്ങിന്റെ സ്പേസ് കണ്ടോ, ദേ ഇത്രയാണ് സ്പേസ് വരിക. ഇനി നേരെ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിന്റെ കേസ് എടുത്ത് നോക്കിയേ, ദേ സ്പേസ് എന്ന് പറയുന്നത് കുറഞ്ഞു അല്ലെ. സോ അപ്പോൾ കുറവ് സ്പേസ്, അതായത് കുറവ് ഫ്രീ സ്പേസ് വരുന്ന വിധത്തിൽ അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ മച്ച് എഫിഷ്യന്റ് പാക്കിംഗ് എന്ന് പറയാം. കുറഞ്ഞ സ്പേസ്, കുറഞ്ഞ എമൗണ്ടിൽ കുറഞ്ഞ ഏരിയയിൽ ഫ്രീ സ്പേസ് വരുന്ന അറേഞ്ച്മെന്റ് നമ്മൾ എഫിഷ്യൻസ് പാക്കിംഗ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആയിരിക്കും എഫിഷ്യന്റ്, ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആയിരിക്കും എഫിഷ്യന്റ്. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആയിരിക്കും എഫിഷ്യന്റ്, കാരണം അതിലാണ് കുറച്ച് ഫ്രീ സ്പേസ് വരിക. അപ്പൊ ഇതാണ് 2 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ്. റോസിനെ, അതായത് റോസ് ഓഫ് സ്ഫിയേഴ്സിനെ നമ്മൾ ലെയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് പ്ലേസ് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുന്നത്, 2 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഒന്നും കൂടെ പഠിക്കാനല്ലേ, ദാറ്റ് ഇസ് 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ്. സോ 3 ഡയമെൻഷണൽ പാക്കിംഗ്. 3 ഡയമെൻഷണൽ പാക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ that obtained by stacking or placing 2 dimensional layers one above the other. ഇപ്പൊ നമ്മൾ പഠിച്ച 2 dimensional layers ഫസ്റ്റ് ഒരു ലെയർ വെക്കും, അതിന്റെ മുകളിൽ അടുത്ത ലെയർ വെക്കും, അങ്ങനെ പ്ലേസ് ചെയ്യുന്നതിനെയാണ് 3 dimensional close packing എന്ന് പറയാം. ഓൾമോസ്റ്റ് എല്ലാ സോളിഡ്സിന്റെ കേസിലും, സോളിഡ്സ് എന്ന് പറയുമ്പോൾ സോളിഡ്സിന്റെ കേസിലെല്ലാം തന്നെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ആയിരിക്കും. പാർട്ടിക്കിൾസ് എപ്പോഴും 3 ഡയമെൻഷനലി ആയിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. സോ ഇപ്പൊ 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് എങ്ങനെയാ നോക്കാം. ആദ്യത്തേത് സിമ്പിൾ ക്യൂബിക് അറേഞ്ച്മെന്റ് എന്ന് പറയും. സിമ്പിൾ ക്യൂബിക് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞതുപോലെ ലെയേഴ്സ്, ഫസ്റ്റ് ലെയർ, അതായത് ഫസ്റ്റ് 2 ഡയമെൻഷണൽ ലെയറിനെ എക്സാക്ട് ആയിട്ടാണ് സെക്കൻഡ് ലെയറും അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഫസ്റ്റ് ലെയർ കണ്ടോ, ബ്ലാക്ക് കളർ സ്ഫിയേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ദിസ് ഈസ് ദി ഫസ്റ്റ് ലെയർ. സോ ഫസ്റ്റ് ലെയർ അതുപോലെ തന്നെയാണ് ഞാൻ എന്തും പ്ലേസ് ചെയ്തിരിക്കുന്നത്, സെക്കൻഡ് ലെയറും പ്ലേസ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെയറിന് എക്സാക്ട്ലി സെയിം ആയിട്ടായിരിക്കും സെക്കൻഡ് ലെയറും പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് ദി സെക്കൻഡ് ലെയർ. ഓക്കെ, സോ അപ്പോൾ വെർട്ടിക്കലി നോക്കിയാലും ഹൊറിസോണ്ടലി നോക്കിയാലും അത് രണ്ടും എന്തായിരിക്കും, പാർട്ടിക്കിൾസ് അലൈൻഡ് ആയിരിക്കും എന്ന് പറയാം. ഇനി ഇവരെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കി, ദൈവം വരെ 3 ഡയമെൻഷനാണ് കേട്ടോ. 3 ഡയമെൻഷനിൽ ആയതുകൊണ്ട് ദൈവരെ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ, അത് 4 ഇതിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ വി ഗെറ്റ് എ ക്യൂബ്, റൈറ്റ്? ക്യൂബ് കിട്ടൂലേ അല്ലെ, ക്യൂബിക്കൽ അറേഞ്ച്മെന്റ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇവനെ സിമ്പിൾ ക്യൂബിക് ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കുക. 3 ഡയമെൻഷനിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെയർ വെക്കും, അതിന്റെ മുകളിൽ എക്സാക്ട്ലി നമ്മൾ സെക്കൻഡ് ലെയറും വെക്കും. അതിന്റെ ആദ്യത്തെ സ്ഫിയേഴ്സ് എങ്ങനെയാണോ അതിന്റെ എക്സാക്ട്ലി അബവ് ആയിട്ട് സെയിം പോലെ തന്നെ സെക്കൻഡ് ലെയറും പ്ലേസ് ചെയ്യും. അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ 4 പേരെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് എ ക്യൂബ് കിട്ടും അല്ലെ. സോ അപ്പൊ അതിന്റെ ലാറ്റിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാറ്റിസ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ക്യൂബിക് യൂണിറ്റ് സെൽ ആയിരിക്കും ഫോളോ ചെയ്യാം. ഓക്കെ, ഈ കേസിൽ കേട്ടോ. സോ ഇതിന് നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റത്തെ ലെയറിന് ഇഫ് വി കൺസിഡർ ഇറ്റ് ആസ് എൻ എ ടൈപ്പ് ആണെങ്കിൽ സെക്കൻഡ് ലെയർ എന്ത് തന്നെയാണ്, എ ടൈപ്പ് ആണ്. സോ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക, എ എന്ന് പറയുന്ന പാറ്റേൺ ആയിരിക്കും റിപ്പീറ്റ് ചെയ്തു ഇൻ കേസ് ഓഫ് സിമ്പിൾ ക്യൂബിക് 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് കേട്ടോ. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓൾറെഡി എക്സാക്ട്ലി അതിന്റെ മുകളിലാണ് പ്ലേസ് ചെയ്യണത് കേസ് പറഞ്ഞു അല്ലെ. ഇനി അതല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഈ ഫിഗർ നോക്കി, ഇതിൽ യെല്ലോ കളർ എന്ന് പറയുന്നത് ഫസ്റ്റ് ലെയർ ആയിട്ട് കൺസിഡർ ചെയ്യാണ്, ബ്ലാക്ക് എന്ന് പറയുന്നത് സെക്കൻഡ് ലെയർ ആയിട്ട് കൺസിഡർ ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടെ എങ്ങനെയാ പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് ലെയറിന്റെ ഡിപ്രഷൻസ്, ഇതാണല്ലേ ഡിപ്രഷൻസ്, ആ ഡിപ്രഷൻസിലാണ് സെക്കൻഡ് ലെയർ നമ്മൾ പ്ലേസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നേരത്തെ എക്സാക്ട്ലി അബവ് വരുന്നു, പക്ഷെ ഇവിടെ നമ്മൾ ഫസ്റ്റ് ലെയറിന്റെ ഡിപ്രഷൻസിൽ സെക്കൻഡ് ലെയർ പ്ലേസ് ചെയ്യുവാണ്. ഓക്കെ, ഫസ്റ്റ് ലെയറിന്റെ ഡിപ്രഷൻസിലാണ് സെക്കൻഡ് ലെയർ പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് നമ്മൾ രണ്ടാമത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ അറേഞ്ച്മെന്റ് ചെയ്യുമ്പോൾ ദേ ഇവിടെ നോക്കിയ ആദ്യത്തെ 3 പേര് അവർക്കിടയിൽ ഉണ്ടാവുന്ന ഡിപ്രഷന്റെ മുകളിലാണ് 4ാമത്തെ ആറ്റത്തിനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ 4ാമത്തെ സ്ഫിയറിനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പ്ലേസ് ചെയ്തപ്പോൾ ഈ 3 പേര് പ്ലേസ് ചെയ്തപ്പോൾ തന്നെ അവിടെ ഒരു വോയിഡ് അല്ലെങ്കിൽ ഒരു എംപ്റ്റി സ്പേസ് ഒന്നില്ലേ, ഫ്രീ സ്പേസ്. ആ ഫ്രീ സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഫ്രീ സ്പേസ്. ഫ്രീ സ്പേസിനെ വിളിക്കുന്ന പേരാണ് വോയിഡ്സ്. ഓക്കെ, ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എംപ്റ്റി ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഇല്ലാത്ത ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്പേസിനെ വിളിക്കുന്ന പേരാണ് വോയിഡ്സ്. സോ ഇപ്പൊ നമ്മൾ വോയിഡ്സ് വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞത്, അതിന്റെ സ്ഫിയറിക്കൽ ഷേപ്പ് കൊണ്ടാണ്. ആക്ച്വലി ഇപ്പോൾ സപ്പോസ് ക്യൂബ് ആയിട്ടായിരുന്നു നമ്മൾ യൂണിറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ക്യൂബ് പോലെ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലായിരുന്നെങ്കിൽ അവിടെ വോയിഡ് വരില്ല. പക്ഷെ നമ്മൾ ആറ്റംസ് പറഞ്ഞ് പഠിച്ചിരിക്കുന്നത് എപ്പോഴും അത് യൂണിഫോംലി സ്ഫിയർ പാർട്ടിക്കിൾസ് ആണെന്നൊക്കെ പറഞ്ഞ് പഠിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ ആറ്റത്തിന് എന്തായിട്ട് എടുത്തിരിക്കുന്നത്, സ്ഫിയേഴ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ സ്ഫിയേഴ്സ് പ്ലേസ് ചെയ്യുമ്പോൾ എപ്പോഴും അതിന്റെ ഇടയിൽ ഉണ്ടാകും ഡ്യൂ ടു ദ ഷേപ്പ്, അതിന്റെ ആ ജോമെട്രി അല്ലെങ്കിൽ ഷേപ്പ് കൊണ്ടിട്ട് അതിന്റെ ഇടയിൽ ഗ്യാപ്പ് വരും. സോ ആ ഗ്യാപ്പിനെ, ഈ കേസിൽ ആ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് വോയിഡ്സ്. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് ലെയർ പ്ലേസ് ചെയ്തു. അപ്പൊ ഫസ്റ്റ് ലെയർ പ്ലേസ് ചെയ്തപ്പോൾ അതിനകത്ത് ഗ്യാപ്സ് വന്നു അല്ലെ, അല്ലെങ്കിൽ വോയിഡ്സ് വന്നു. ഇനി ആ വോയിഡ്സിന്റെ മുകളിലാണ്, അതായത് ആ ഡിപ്രഷൻസിലാണ് സെക്കൻഡ് ലെയർ പ്ലേസ് ചെയ്യുന്നതെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു അല്ലെ. സോ
ഇപ്പം ഈ കേസിൽ ഈ 3 പേരുടെ ഇടയിൽ വന്ന ഡിപ്രഷന്റെ മുകളിലാണ് 4ാമത്തെ ആളെ പ്ലേസ് ചെയ്യുന്നെങ്കിൽ 3 പേരെ പ്ലേസ് ചെയ്തു. 3 പേര് പ്ലേസ് ചെയ്തപ്പോൾ ഐ ഗെറ്റ് എ വോയിഡ്. ആ വോയിഡിന്റെ മുകളിലാണ് 4ാമത്തെ ആളെ പ്ലേസ് ചെയ്യുന്നെങ്കിൽ അതിനെ 3 ഡയമെൻഷനിൽ എടുക്കുമ്പോൾ വി ഗെറ്റ് എ ഫിഗർ ലൈക്ക് ദിസ്. ദിസ് ഇസ് എ ടെട്രാഹിഡ്രൻ. ടെട്രാഹിഡ്രൻ എന്ന് വിളിക്കും. ആ ഒരു ജോമെട്രീനെ നമ്മൾ ടെട്രാഹിഡ്രൻ ജോമെട്രി എന്ന് വിളിക്കും. സോ അതുകൊണ്ട് ദിസ് വോയിഡ് ഇസ് നോൺ ആസ് ടെട്രാഹീഡ്രൽ വോയിഡ്. ടെട്രാഹീഡ്രൽ വോയിഡ് എന്ന് വിളിക്കും. അതിന്റെ ആ ജോമെട്രി അല്ലെങ്കിൽ ഷേപ്പ് കൊണ്ടിട്ടാണ് കേട്ടോ 3 പേരെ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഗ്യാപ്പ് ഇടുക, ഡിപ്രഷൻ കിട്ടും. അവിടെയാണ് നമ്മൾ 4th വണ്ണിനെ പ്ലേസ് ചെയ്യുന്നത്. ആ 4th വണ്ണിനെ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ആ 4 പേരും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ വി ഗെറ്റ് ടെട്രാഹീഡ്രൽ ഷേപ്പ്. ഒരു ടെട്രാഹീഡ്രൻ ഷേപ്പ് കിട്ടും. സോ അതുകൊണ്ട് ആ വോയിഡിനെ വിളിക്കുന്ന പേരാണ് ടെട്രാഹീഡ്രൽ വോയിഡ്. സോ ടെട്രാഹീഡ്രൽ വോയിഡ് ഇസ് ഫോർമഡ് ബൈ ജോയിനിങ് ഓഫ് 4 ആറ്റംസ് അല്ലെങ്കിൽ 4 സ്ഫിയേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക. അത് ഇങ്ങനെ ആയിരിക്കണം, കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ടെട്രാഹീഡ്രൽ വോയിഡ് കിട്ടുക. അപ്പൊ ടെട്രാഹീഡ്രൽ വോയിഡ് എന്താന്ന് പഠിച്ചു. ഇനി നോക്കിയേ, ഈ ഒരു കേസ് എക്സാമ്പിൾ എടുത്ത് നോക്കിയേ. ഈ കേസിനകത്ത് 3 പേരെ നമ്മൾ പ്ലേസ് ചെയ്തു അല്ലെ. 3 പേരെ നമ്മൾ പ്ലേസ് ചെയ്തു. 3 പേരെ പ്ലേസ് ചെയ്തപ്പോൾ ഐ ഗെറ്റ് ട്രയാങ്കുലർ വോയിഡ് അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു ഇത് ട്രയാങ്കുലർ ആണ് കേട്ടോ. കാരണം ഇത് 2 ഡയമെൻഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് എ ട്രയാങ്കുലർ വോയിഡ്. ഇനി ഈ ട്രയാങ്കുലർ വോയിഡിന്റെ മുകളിൽ വീണ്ടും നമ്മൾ സ്പേസ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. ആറ്റംസിനെ പ്ലേസ് ചെയ്യുമ്പോൾ ഇതുപോലെ, അതായത് ഒരെണ്ണം ഡൗൺവേർഡ് ട്രയാങ്കുലറും കിട്ടും, ഒരെണ്ണം അപ്വേർഡ് അല്ലെ. ഇതെന്ന് പറയുന്നത് ഡൗൺവേർഡ് ആയിട്ടായിരിക്കുന്നത്, ഡൗൺവേർഡ് ഡയറക്ഷനിലും. ഇതെന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനിലും അല്ലേ ഇരിക്കുന്നത്. അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു ട്രയാങ്കുലർ സ്പേസും കിട്ടും, ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഒരു ട്രയാങ്കുലർ സ്പേസ് കിട്ടും. സോ ആ 2 വോയിഡ്സ് ഉണ്ട് അല്ലെങ്കിൽ ആ 2 ഫ്രീ സ്പേസ് കൊണ്ട് ഫോം ചെയ്യുന്ന വോയിഡ് എന്ന് പറയുന്നത് 3 ഡയമെൻഷനിൽ നോക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എൻ ഒക്ടാഹീഡ്രൻ. ഒക്ടാഹീഡ്രൻ പോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ആ 2 പേര്, അത് ഒരു അപ്വേർഡ് ആയിട്ടുള്ള ട്രയാങ്കുലർ സ്പേസും ട്രയാങ്കുലർ വോയിഡും ഡൗൺവേർഡ് ആയിട്ടുള്ള ട്രയാങ്കുലർ വോയിഡും തമ്മിൽ കണക്ട് ചെയ്യും. അപ്വേർഡ് ആയിട്ടുള്ള ഒരു ട്രയാങ്കുലർ വോയിഡും അതുപോലെ തന്നെ ഡൗൺവേർഡ് ആയിട്ടുള്ള ഒരു ട്രയാങ്കുലർ വോയിഡും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ അത് ടോട്ടലി 6 സ്ഫിയേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ 6 സ്ഫിയേഴ്സ് തമ്മിൽ സറൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വോയിഡ് എന്ന് പറയുന്നത് അതിന്റെ 3 ഡയമെൻഷണൽ ഷേപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഓഫ് ആൻ ഒക്ടാഹീഡ്രൻ പോലെ ആയിരിക്കും. സോ അതുകൊണ്ട് ആ വോയിഡിനെ വിളിക്കുന്ന പേരാണ് ഒക്ടാഹീഡ്രൽ വോയിഡ്. ഒക്ടാഹീഡ്രൽ വോയിഡ് എന്ന് വിളിക്കും. ഒക്ടാഹീഡ്രൽ വോയിഡ് എന്ന് പറയും. സോ ഒക്ടാഹീഡ്രൽ വോയിഡ് എങ്ങനെയാ ഫോം ചെയ്യുക? 6 സ്ഫിയേഴ്സ് തമ്മിൽ കണക്ട്, അല്ലെങ്കിൽ ഒക്ടാഹീഡ്രൽ വോയിഡിന് ചുറ്റിനും 6 സ്ഫിയേഴ്സ് ഉണ്ടാകും. ഇനി 4 സ്ഫിയേഴ്സ് വന്നിട്ടാണ് ഒരു വോയിഡ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ടെട്രാഹീഡ്രൽ വോയിഡ് എന്ന് വിളിക്കുക. 6 സ്ഫിയേഴ്സ് തമ്മിലാണ് വരുന്നതെങ്കിൽ, 6 സ്ഫിയേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് വോയിഡ് ഫോം ചെയ്യുന്നതെങ്കിൽ 6 സ്ഫിയേഴ്സിന്റെ ഉള്ളിൽ ഒരു വോയിഡ് ഫോം ചെയ്യണേ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒക്ടാഹീഡ്രൽ വോയിഡ്സ് വിളിക്കുക. അതാണ് 2 ടൈപ്പ് വോയിഡ്സ്, ടെട്രാഹീഡ്രൽ വോയിഡ്സും ഒക്ടാഹീഡ്രൽ വോയിഡ്സും. ഇനി ഈ 2 വോയിഡ്സിന് ഇതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ലാക്ടീസ് എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ പാക്കിംഗ് എടുക്കുവാണെങ്കിൽ അതിനകത്ത് ഈ ഒക്ടാഹീഡ്രൽ വോയിഡ്സും ഉണ്ടാകും, ടെട്രാഹീഡ്രൽ വോയിഡ്സും ഉണ്ടാകും കേട്ടോ. ഇത് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ 2 ടൈപ്പ് വോയിഡും ഉണ്ടാകും. അപ്പോൾ ഈ വോയിഡ്സിന്റെ നമ്പർ എന്ന് പറയുന്നത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ്. കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസിന്റെ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒക്ടാഹീഡ്രൽ വോയിഡിന്റെ നമ്പറും അതുപോലെ തന്നെ ടെട്രാഹീഡ്രൽ വോയിഡിന്റെ നമ്പറും. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, if there is n number of constituent particles എന്ന് വിചാരിക്കുക. n number of particles ഉണ്ട് എങ്കിൽ അതിനകത്ത് n number of ഒക്ടാഹീഡ്രൽ വോയിഡിനാണ് കേട്ടോ OH വോയിഡ്സ് എന്ന് എഴുതുന്നത്. ഒക്ടാഹീഡ്രൽ വോയിഡ്സ് ഉണ്ടാകും. n number of constituent particles ഉണ്ടെങ്കിൽ അതിൽ n number of octahedral വോയിഡ്സും ആൻഡ് 2n number of tetrahedral വോയിഡ്സും ഉണ്ടാകും. ഓക്കെ, സെയിം, അതായത് ഇപ്പൊ n നമ്പർ ഉണ്ടെങ്കിൽ സെയിം നമ്പർ ഓഫ് ഒക്ടാഹീഡ്രൽ വോയിഡും ട്വൈസ് ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അതായത് പാർട്ടിക്കിൾസിന്റെ ഇരട്ടി ടെട്രാഹീഡ്രൽ വോയിഡ്സും ഉണ്ടാകും. അപ്പോൾ ഒരു അറേഞ്ച്മെന്റിൽ ടെട്രാഹീഡ്രൽ വോയിഡും ഉണ്ടാകും, ഒക്ടാഹീഡ്രൽ വോയിഡും ഉണ്ടാകും. അവരുടെ നമ്പർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? പാർട്ടിക്കിൾസിനെ, കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസിന്റെ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിനകത്ത് n നമ്പർ ഓഫ് ഒക്ടാഹീഡ്രൽ വോയിഡ്സും 2n നമ്പർ ഓഫ് ടെട്രാഹീഡ്രൽ വോയിഡ്സും ഉണ്ടാകും. സോ അപ്പൊ നമ്മൾ 2 ലെയേഴ്സ് തമ്മിൽ 2 ഡയമെൻഷൻ അല്ലെങ്കിൽ 2 ലെയേഴ്സ് പ്ലേസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കാര്യം പറഞ്ഞത് ടെട്രാഹീഡ്രൽ വോയിഡും ഉണ്ടാകും, ഒക്ടാഹീഡ്രൽ വോയിഡും ഉണ്ടാവുന്നുണ്ട്. ഇനി നമ്മൾ ആക്ച്വലി 3 ഡയമെൻഷൻ ആയിട്ടില്ല. 3 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഈ 2 ലെയറിന്റെ മുകളിൽ 3rd ലെയർ പ്ലേസ് ചെയ്യുന്ന കേസാണ്. അപ്പൊ അത് 2 രീതിയിലുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഒക്ടാഹീഡ്രൽ
വോയിഡ്സും ഉണ്ട്, ടെട്രാഹീഡ്രൽ വോയിഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് രണ്ട് അറേഞ്ച്മെന്റ് വരിക. അതായത് രണ്ട് രീതിയിൽ വരുന്ന അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് തേർഡ് ലെയർ, നമ്മുടെ സെക്കൻഡ് ലെയറിന്റെ മുകളിൽ തേർഡ് ലെയറിന്റെ പ്ലേസ്മെന്റ്, ഒന്നാമത്തെ പ്ലേസ്മെന്റ് വരിക കവറിങ് ദ ടെട്രാഹീഡ്രൽ വോയിഡ്സ്. ആ ടെട്രാഹീഡ്രൽ വോയിഡ് കവർ ചെയ്യുന്ന രീതിയിൽ തേർഡ് ലെയറിന്റെ പ്ലേസിംഗ് വരും. രണ്ടാമത്തത് കവറിങ് ദ ഒക്ടാഹീഡ്രൽ വോയിഡ്സ്. ഒക്ടാഹീഡ്രൽ വോയിഡ്സ് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും തേർഡ് ലെയറിന്റെ പ്ലേസ്മെന്റ്. സോ അതെങ്ങനെയാ നോക്കാം. സോ ഫസ്റ്റത്തേത് കവറിങ് ഓഫ് ടെട്രാഹീഡ്രൽ വോയിഡ്സ്. ടെട്രാഹീഡ്രൽ വോയിഡ്സിനെ കവർ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ സോ അതേ നോക്കിയേ, ഫസ്റ്റ് ലെയർ ഞാൻ പ്ലേസ് ചെയ്തു. ഫസ്റ്റ് ദിസ് ഇസ് അവർ ഫസ്റ്റ് ലെയർ. ഫസ്റ്റ് ലെയർ പ്ലേസ് ചെയ്തു. ഫസ്റ്റ് ലെയറിന് ഞാൻ എ ടൈപ്പ് എന്ന് കൊടുക്കുവാണേ. ഫസ്റ്റ് ലെയറിന് എ ടൈപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡിപ്രഷൻസിലായിരിക്കും ഏത് ലെയർ പ്ലേസ് ചെയ്യുന്നത്? സെക്കൻഡ് ലെയർ പ്ലേസ് ചെയ്യുന്നത് അല്ലേ. സോ അതിന്റെ ഡിപ്രഷൻസിൽ ആരെ പ്ലേസ് ചെയ്തു? സെക്കൻഡ് ലെയറിനെ പ്ലേസ് ചെയ്തു. സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ലെയറിന് ഈക്വൽ ആണോ, സെയിം ആണോ? അല്ലല്ലോ. സോ അതുകൊണ്ട് സെക്കൻഡ് ലെയറിന് ഞാൻ ബി എന്ന് കൊടുത്തു. അപ്പൊ ഫസ്റ്റ് ലെയറിന് ഞാൻ എ എന്ന് പേര് കൊടുത്തു, അല്ലെങ്കിൽ എ ടൈപ്പാന്ന് പറഞ്ഞു. സെക്കൻഡ് ലെയറിന് ഞാൻ ബി ടൈപ്പാന്ന് പറഞ്ഞു അല്ലെ. ഇനി പറഞ്ഞത് നമ്മൾ ആദ്യത്തെ ടെട്രാഹീഡ്രൽ വോയിഡ് കവർ ചെയ്യണ കേസ് അല്ലേ. സോ ടെട്രാഹീഡ്രൽ വോയിഡ് എങ്ങനെ ഫോം ചെയ്യാതെ, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ഇതൊരു പാർട്ടിക്കിൾ ആണ്. ഇനി ഇവർ രണ്ടിനും ബാക്കിൽ മൂന്നാമതൊരു പാർട്ടിക്കിൾ ഉണ്ട് അല്ലെ. ഒരെണ്ണം ഇവിടെ, പിന്നെ അതിന്റെ ബാക്കിൽ ഒരു പാർട്ടിക്കിൾ. അതിന്റെ മുകളിൽ ഒരു പാർട്ടിക്കിളും കൂടെ വെക്കുമ്പോഴായിരിക്കും ടെട്രാഹീഡ്രൽ വോയിഡ് ഫോം ചെയ്യുക. അതായത് ഇവനെ പ്ലേസ് ചെയ്യുമ്പോൾ. സോ ഇവിടെ ഒരു പാർട്ടിക്കിൾ, ഇത് രണ്ടാമത്തത്, ഇനി ഇതിന്റെ ബാക്കിൽ 3 ഡയമെൻഷനിൽ ചിന്തിക്കണം കേട്ടോ. സോ 1 2 3. ഇപ്പൊ 3 പാർട്ടിക്കിൾസ് വന്നു. അതിന്റെ മുകളിൽ നാലാമത്തെ പാർട്ടിക്കിൾ, അവരുടെ ഡിപ്രഷനിൽ നാലാമത്തെ പാർട്ടിക്കിളിനെ പ്ലേസ് ചെയ്തപ്പോഴാണ് ടെട്രാഹീഡ്രൽ വോയിഡ് വരിക. ഇനി അതിനെ കവർ ചെയ്യാന്ന് വെച്ചാൽ അതിനെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും തേർഡ് ലെയർ നമ്മൾ പ്ലേസ് ചെയ്യുക. അതായത് ഈ ലെയർ, ഈ 2 പേരെയും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? തേർഡ് ലെയർ പ്ലേസ് ചെയ്യും. ഇവിടെ ഇപ്പൊ ഈ കേസ് എടുക്കുവാണെങ്കിൽ ഇവനും അതായത് ഇത് 2 പേര് 1 2 3 അതിന്റെ ബാക്കിലുള്ള ആള് കേട്ടോ. 1 2 3 അതിന്റെ മുകളിലായിരിക്കും, അല്ലെങ്കിൽ അവനും പിന്നെ താഴത്തെ ഒരാളെയും കൂടെ കൺസിഡർ ചെയ്യും. 1 2 3 നാലാമത് അടിയിൽ ഒരാളും കൂടെ വെക്കുമ്പോൾ വി ഗെറ്റ് ടെട്രാഹീഡ്രൽ വോയിഡ് അല്ലെ. ആ വോയിഡ് കവർ ചെയ്യുന്ന രീതിയിൽ മൂന്നാമത്തെ ലെയറിനെ നമ്മൾ പ്ലേസ് ചെയ്യും. സെക്കൻഡ് ലെയർ കൺസിഡർ ചെയ്യണേ, ഫസ്റ്റ് ലെയർ കൺസിഡർ ചെയ്യല്ലേ, സെക്കൻഡ് ലെയർ കൺസിഡർ ചെയ്യാം. സെക്കൻഡ് ലെയറിൽ 1 2 3 3 ആറ്റംസ് എന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു വോയിഡ് ഉണ്ടായില്ലേ. അതിന്റെ താഴത്താണ് ഫസ്റ്റ് ലെയറിലെ ആറ്റം വരുന്നത് വിചാരിക്കുക. നാലാമത്തെ ആറ്റം താഴത്താണ് വരുന്നതെങ്കിൽ വി ഗെറ്റ് സ്മോൾ ഡിപ്രഷൻ അല്ലെ. ആ സ്മോൾ ഡിപ്രഷൻ കിട്ടുക, അതാണ് ടെട്രാഹീഡ്രൽ വോയിഡ്. അതിന്റെ മുകളിലാണ് തേർഡ് ലെയറിലെ ആറ്റം വെക്കുന്നതെങ്കിൽ അതിന്റെ മുകളിൽ കേട്ടോ. സോ ഇവര് 4 പേരുടെ കമ്പൈൻ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ടെട്രാഹീഡ്രൽ വോയിഡ് കിട്ടുക. അതിന്റെ മുകളിലാണ് നമ്മുടെ തേർഡ് ലെയറിന്റെ ആറ്റം, ദാറ്റ് ഈസ് ദി 5th ആറ്റം പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അതാണ് ടെട്രാഹീഡ്രൽ വോയിഡ് കവറിംഗ് പാറ്റേൺ അല്ലെങ്കിൽ കവറിംഗ് ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ. സോ അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എ ആണ്, സെക്കൻഡ് ലെയർ ബി ആണെങ്കിൽ തേർഡ് ലെയറും ഫസ്റ്റ് ലെയറും തമ്മിലുള്ള റിലേഷൻ എന്താ? ദാറ്റ് ഇസ് എക്സാക്ട്ലി സെയിം. നോക്കിയേ, ഒരേപോലെ തന്നെ അല്ലെ അലൈൻമെന്റ് വന്നിരിക്കുന്ന. ഹൊറിസോണ്ടലി നോക്കിയാലും വെർട്ടിക്കലി നോക്കിയാലും ഫസ്റ്റ് ലെയറും തേർഡ് ലെയറും, ദിസ് ഇസ് അവർ തേർഡ് ലെയർ. തേർഡ് ലെയർ എന്ന് പറയുന്നത് എക്സാക്ട്ലി അലൈൻഡ് ആയിരിക്കും. അപ്പൊ സോ എ ടൈപ്പ് ആണ്. ഫസ്റ്റ് ലെയറിന് എ എന്ന് കൊടുത്തു, സെക്കൻഡ് ലെയർ നമ്മൾ ബി എന്ന് കൊടുത്തു, ബിക്കോസ് ബോത്ത് ഓഫ് ദം ആർ ഡിഫറെന്റ് അല്ലെ. സോ ഇനിയിപ്പോ തേർഡ് ലെയറും എന്തിന് ഈക്വലാ? എക്ക് തന്നെ ഈക്വൽ ആണ്. സോ അപ്പൊ നമുക്ക് ഇത് ഏത് പാറ്റേൺ ആണെന്ന് പറയാം? ഫോളോസ് എ ബി പാറ്റേൺ. എ ബി പാറ്റേൺ ആയിരിക്കും ഏത് ഫോളോ ചെയ്യുക? ടെട്രാഹീഡ്രൽ വോയിഡ് കവർ ചെയ്യുന്ന 3 ഡയമെൻഷണൽ പാക്കിംഗ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ അല്ലെ. ഫസ്റ്റ് ലെയർ പ്ലേസ് ചെയ്യും, സെക്കൻഡ് ലെയർ പ്ലേസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ട്രയാങ്കുലർ ഗ്യാപ്പിലായിരിക്കും. അപ്പൊ നമുക്കൊരു ടെട്രാഹീഡ്രൽ വോയിഡ് കിട്ടും. ആ ടെട്രാഹീഡ്രൽ വോയിഡ് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും തേർഡ് ലെയറിന്റെ പ്ലേസ്മെന്റ് വരിക. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ കിട്ടുക. ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. അതായത് ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ അത് ടെട്രാഹീഡ്രൽ വോയിഡ്സ് കവർ ചെയ്യുന്ന രീതിയിൽ തേർഡ് ലെയർ പ്ലേസ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ജോമെട്രി അല്ലെങ്കിൽ ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോൾഡ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചർ ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ HCP എന്ന് വിളിക്കും കേട്ടോ. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചർ ആയിരിക്കും കിട്ടുക. എ ബി പാറ്റേൺ ആയിരിക്കും ഫോളോ ചെയ്ത്. ദാറ്റ് ഈസ് ഫസ്റ്റ് ലെയറും തേർഡ് ലെയറും സെയിം ആയിരിക്കും, ബട്ട് സെക്കൻഡ് ലെയർ ഡിഫറെന്റ് ആയിരിക്കും. ഇനി ഇവരുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിങ്ക് ക്രിസ്റ്റൽ, അതുപോലെ തന്നെ മഗ്നീഷ്യം ക്രിസ്റ്റൽ, സിങ്ക് ക്രിസ്റ്റൽ, ഇവരുടെയൊക്കെ പാക്കിംഗ് എന്ന് പറയുന്നത് HCP പാക്കിംഗ് ആയിരിക്കും. 2 എക്സാമ്പിൾസ് ആണ്. HCP പാക്കിംഗിന് എക്സാമ്പിൾസ് ആണ് സിങ്ക്, അതുപോലെ തന്നെ മഗ്നീഷ്യം ക്രിസ്റ്റൽസ്. ഓക്കെ,
ക്ലിയർ ആണല്ലോ ടെട്രാഹീഡ്രൽ വോയിഡ്സ് എങ്ങനെയാ കവർ ചെയ്യുന്നതെന്നുള്ളത്. ഇനി രണ്ടാമത്തത് ഒക്ടാഹീഡ്രൽ വോയിഡ്സിന്റെ കവറിംഗ് ആണ്. ഇത് കുറച്ചുകൂടെ നന്നായിട്ട് ഇമാജിൻ ചെയ്ത് നോക്കണം കേട്ടോ, കാരണം ക്ലിയർ ആവാൻ കുറച്ച് ടഫ് ആയിരിക്കും. നമ്മൾ നന്നായിട്ട് ഇമാജിൻ ചെയ്ത് നോക്കുക ഒക്ടാഹീഡ്രൽ വോയിഡ്സ് വരുന്നത് എങ്ങനെയാണ്, തേർഡ് ലെയർ പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് കവറിംഗ് ഓഫ് ഒക്ടാഹീഡ്രൽ വോയിഡ്സ് വരിക എന്നുള്ളത്. ഒക്ടാഹീഡ്രൽ വോയിഡ്സ് ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് ഒരു ലെയർ പ്ലേസ് ചെയ്യും. അതിന് ഈ വോയിഡ് അതായത് ട്രയാങ്കുലർ അപ്വേർഡും ഡൗൺവേർഡ് ട്രയാങ്കുലേഴ്സ് ആയിട്ട് വരുന്ന അല്ലെ, അപ്വേർഡ് ട്രയാങ്കുലറും അതുപോലെ തന്നെ ഡൗൺവേർഡ് ട്രയാങ്കിളും വരുന്ന രീതിയിലായിരിക്കും നമ്മൾ എപ്പോഴും പ്ലേസ് ചെയ്യുക. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ഒക്ടാഹീഡ്രൽ വോയിഡ് എന്ന് വിളിക്കുക. ഈ വോയിഡ് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും അടുത്ത ആറ്റം വരിക. ആ ലെയർ അല്ലെങ്കിൽ ആ വോയിഡ് ആയിരിക്കും കവർ ചെയ്യുക. ആ വോയിഡ് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ നെക്സ്റ്റ് ആറ്റം പ്ലേസ് ചെയ്യുന്നത്. ഓൾറെഡി 6 പേര് വെച്ചിട്ടായിരിക്കും ഒക്ടാഹീഡ്രൽ വോയിഡ് പ്ലേസ് ഉണ്ടാവുന്നത് അല്ലെ. അതിന്റെ മുകളിൽ 7th ആറ്റം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പേര്, ഇത് ഈ 6 പേരും കൂടെ റിസൾട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ 6 പേരും കൂടെ അറേഞ്ച് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഒക്ടാഹീഡ്രൽ വോയിഡിന്റെ മുകളിലായിരിക്കും 7th ആറ്റം വരിക. അതായിരിക്കും കവറിങ് വരിക. അങ്ങനെ വരുമ്പം ഇമാജിൻ ചെയ്ത് നോക്കി, ഇതിപ്പോ ഫസ്റ്റ് ലെയർ ആണെങ്കിൽ ദിസ് ഇസ് ദി ഫസ്റ്റ് ലെയർ ആൻഡ് ദിസ് ഇസ് ദി സെക്കൻഡ് ലെയർ. ഒരിക്കലും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെയർ ഈക്വൽ ആയിരിക്കില്ല, കാരണം ഫസ്റ്റ് ലെയറിന്റെ ഡിപ്രഷനിലായിരിക്കും സെക്കൻഡ് ലെയർ ഡെഫിനറ്റ്ലി പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ലെയറിന് ഞാൻ A ടൈപ്പ് എന്ന് കൊടുക്കുവാന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ലെയർ എന്താകും, ദാറ്റ് ഈസ് ദി B ടൈപ്പ്. ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ 2 പേരെയും പ്ലേസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ആളെ നമ്മൾ പ്ലേസ് ചെയ്തു, അവന്റെ ഡിപ്രഷനിൽ ഹോൾ വരുന്നല്ലോ, അത് കറക്റ്റ് ഡിപ്രഷനിലായിരിക്കില്ല സെക്കൻഡ് ലെയർ പ്ലേസ് ചെയ്യുക. 6 പേരും കൂടെ, അതാ ട്രയാങ്കുലർ ഒരെണ്ണം അപ്വേർഡ് ട്രയാങ്കുലർ ആണെങ്കിൽ രണ്ടാമത്തെ ഡൗൺവേർഡ് ട്രയാങ്കുലർ വരുന്ന രീതിയിൽ, ട്രയാങ്കിൾ വരുന്ന രീതിയിലായിരിക്കും ബാക്കി 3 പേരെ നമ്മൾ പ്ലേസ് ചെയ്യുക അല്ലെ. അപ്പൊ നമുക്കൊരു ഹോള് കിട്ടും എന്ന് പറഞ്ഞു അല്ലെ. ആ വോയിഡിലായിരിക്കും നമ്മൾ അടുത്ത ആളെ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ആളെ നമ്മൾ പ്ലേസ് ചെയ്യുക ആ വോയിഡിലായിരിക്കും, ഒക്ടാഹീഡ്രൽ വോയിഡ് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും പ്ലേസ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ തേർഡ് ലെയർ ഈ 2 ലെയർ പോലെ ആയിരിക്കുമോ വരിക, ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും പോലെ ആയിരിക്കുമോ തേർഡ് ലെയർ വരിക. ഇമാജിൻ ചെയ്ത് നോക്കിയേ, ഫസ്റ്റ് 3 പേര് ഇരിക്കുന്നു, അവർക്ക് 3 പേരുടെ മുകളിൽ അടുത്ത 3 പേര് വരുന്നു. സോ തേർഡ് ലെയർ എന്ന് പറയുന്നത് ഇവരുടെ വോയിഡ് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും തേർഡ് ലെയർ വരിക. അപ്പൊ ഈ 3 ലെയേഴ്സും ഒരുപോലെ ആയിരിക്കും ഇരിക്കുക അല്ലെ. നമ്മളിപ്പോൾ നേരത്തെ കണ്ടോലെ HCP സ്ട്രക്ചറിൽ കണ്ടതുപോലെ ആദ്യത്തെ ലെയറും തേർഡ് ലെയറും സെയിം പോലെയോ അങ്ങനെ എങ്ങനെ ആയിരിക്കുമോ വരിക, അങ്ങനെ ഒന്നും ആയിരിക്കില്ല. തേർഡ് ലെയർ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് ദി ഫസ്റ്റ് 2 ലെയേഴ്സ്. ഇത് ഫസ്റ്റ് ലെയറോ സെക്കൻഡ് ലെയറിനേക്കാളും ഡിഫറെന്റ് ആയിരിക്കും തേർഡ് ലെയർ എന്ന് പറയുന്നത്. സോ ഐ ക്യാൻ സേ തേർഡ് ലെയറിന് ഇറ്റ് ഇസ് എ C ടൈപ്പ്. അത് പുതിയൊരു ടൈപ്പ്, ആദ്യത്തെ 2 പേരെയും പോലെയല്ല മൂന്നാമത്തെ ലെയറിന്റെ അറേഞ്ച്മെന്റ് വരിക. അതുകൊണ്ട് ഞാൻ അവനെ C ടൈപ്പ് എന്ന് വിളിച്ചു. അങ്ങനെ വരുമ്പോൾ ഇവരുടെ പാറ്റേൺ എന്തായിരിക്കും, ഇറ്റ് ഇസ് ABC പാറ്റേൺ ആയിരിക്കും. ഇനി അടുത്ത ലെയർ അതായത് 4th ലെയർ വരുമ്പോൾ ആക്ച്വലി ഫസ്റ്റ് ലെയർ പോലെ തന്നെയായിരിക്കും പ്ലേസ്മെന്റ് വരിക. സോ വി ക്യാൻ സേ ABC പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് പറയാം. ഏതിൽ ഒക്ടാഹീഡ്രൽ വോയിഡ്സ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ ABC പാറ്റേൺ ആണ് അവർ ഫോളോ ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, സോ ഇനി നേരത്തെ പറഞ്ഞ നമ്മൾ ടെട്രാഹീഡ്രൽ വോയിഡ്സ് കവർ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് HCP ആണെങ്കിൽ ഇവിടെ ഒക്ടാഹീഡ്രൽ വോയിഡ്സ് കവർ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ട്രക്ചർ ആണ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഫേസ് സെന്റേർഡ് പഠിച്ചു ഓർക്കുന്നുണ്ടോ, ഫേസ് സെന്റേർഡ് ക്യൂബിക് അല്ലെങ്കിൽ രണ്ടും സെയിം ആണ് കേട്ടോ. ഫേസ് സെന്റേർഡ് ക്യൂബിക് അല്ലെങ്കിൽ ക്യൂബിക് ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചർ ആയിരിക്കും നമുക്ക് എവിടെ കിട്ടുക, ഒക്ടാഹീഡ്രൽ വോയിഡ്സ് കവർ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിൽവർ അതുപോലെ കോപ്പർ, ഇതിന്റെയൊക്കെ ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ആയിരിക്കും അല്ലെങ്കിൽ FCC സ്ട്രക്ചർ ആയിരിക്കും എന്ന് പറയാം. സോ ഇതാണ് രണ്ടാമത്തെ പ്ലേസ്മെന്റ്, 3 ഡയമെൻഷണൽ പ്ലേസ്മെന്റിൽ ഒക്ടാഹീഡ്രൽ വോയിഡ്സ് കവർ ചെയ്തുള്ള പ്ലേസ്മെന്റ്സ്. 2 പ്ലേസ്മെന്റ്സ് ഉള്ളത് 3 ഡയമെൻഷനിൽ ആട്ടോ, കാരണം എല്ലാ ക്രിസ്റ്റൽസ് ഓൾമോസ്റ്റ് എല്ലാ സോളിഡ്സിന്റെ ക്രിസ്റ്റൽസ് എടുത്താലും 3 ഡയമെൻഷനിലേ ആയിരിക്കുള്ളൂ പാർട്ടിക്കിൾസ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ 2 ലാസ്റ്റ് പഠിച്ച 2 ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് ഏതായിരുന്നു, HCP ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ടെട്രാഹീഡ്രൽ വോയിഡ്സിലായിരിക്കും തേർഡ് ലെയർ പ്ലേസ് ചെയ്യുന്നത്. രണ്ടാമത് പഠിച്ചത് ക്യൂബിക് ക്ലോസ് പാക്കിംഗ് അല്ലെങ്കിൽ FCC സ്ട്രക്ചർ എന്ന് പറയുന്നത്. FCCയുടെ കേസിൽ തേർഡ് ലെയർ പ്ലേസ് ചെയ്യുക ഒക്ടാഹീഡ്രൽ വോയിഡ്സിലായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി
ഇപ്പൊ നമ്മൾ അറേഞ്ച്മെന്റ്സ് പഠിച്ചു, ഓൾറെഡി പാക്കിംഗ് അറേഞ്ച്മെന്റ്സ് പഠിച്ചു. പക്ഷെ അയോണിക് സോളിഡ്സിന്റെ കേസ് എടുക്കുവാണെങ്കിൽ അയോണിക് സോളിഡ്സിന്റെ കേസിൽ കാറ്റിയോൺസ് ഉണ്ടാകും, ആനയോൺസ് ഉണ്ടാകും അല്ലെ. കാറ്റിയോൺസ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജഡ് പാർട്ടിക്കിൾസും ആനയോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജഡ് പാർട്ടിക്കിൾസ് ആയിരിക്കും. സോ ഇവരുടെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു ക്യൂബ് അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റൽ എടുക്കുവാണെങ്കിൽ ഈ പറഞ്ഞ കാറ്റിയോൺസിന്റെ ആനയോൺസിന്റെ അറേഞ്ച്മെന്റ് വരിക. ദാറ്റ് ഇസ് ഡിപ്പെൻഡ്സ് ഓൺ ദെയർ സൈസ്. അവരുടെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. അപ്പൊ അയോണിക് സോളിഡ്സിന്റെ കേസിൽ ആനയോൺസ് എന്ന് പറയുന്നത് that forms the close packed structure. അതായത് ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ FCC അല്ലെങ്കിൽ HCP എന്നോ CCP എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ. അപ്പം ഈ ആനയോൺസ് ആക്ച്വലി ഫോം ചെയ്യുക ഫേസ് സെന്റേർഡ് സ്ട്രക്ചർ. ആ സ്ട്രക്ചർ അതായത് ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചർ എന്താണോ അതായിരിക്കും അവൻ ഫോളോ ചെയ്യുക. ആനയോൺസ് അതായത് ഇപ്പൊ നമ്മൾ ഫേസ് സെന്റേർഡ് എടുക്കുവാണെങ്കിൽ അതിന്റെ ഫേസിലും അതുപോലെ തന്നെ കോർണറിലും എല്ലാം ഇരിക്കുന്നത് ആനയോൺസ് ആയിരിക്കും. ആൻഡ് ദി കാറ്റിയോൺസ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി സ്മോളർ സൈസ് ആയിരിക്കും. ഓൾമോസ്റ്റ് മിക്ക കേസസിലും അങ്ങനെ തന്നെയായിരിക്കും, അല്ലാത്ത എക്സെപ്ഷൻസ് ഉണ്ടാകും. അതായത് ഈക്വൽ സൈസ്, ഏകദേശം ഈക്വൽ സൈസ് വരുന്നവരുണ്ട്. പക്ഷെ അല്ലാതെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കാറ്റിയോൺസ് ഇസ് കമ്പാരിറ്റീവ്ലി സ്മോളർ ദാൻ ദി ആനയോൺസ് ആണ്. സോ ദിസ് കാറ്റിയോൺസ് ആർ ഒക്യുപ്പൈസ് ഓൺ ദി വോയിഡ്സ്. സോ ഈ ആനയോൺസ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന വോയിഡ്സിലായിരിക്കും കാറ്റിയോൺസിന്റെ പ്ലേസ്മെന്റ് വരിക. അപ്പൊ ആനയോൺസ് എന്ന് പറയുന്നത് ക്ലോസ് പാക്കഡ് സ്ട്രക്ചർ ഫോം ചെയ്യും ആൻഡ് ദി കാറ്റിയോൺസ് ആർ ഒക്യുപ്പൈഡ് ഇൻ ദി വോയിഡ്സ് ഓഫ് ദിസ് ക്രിസ്റ്റലിന്റെ വോയിഡ്സിൽ ഫോം ചെയ്യും. സോ ഇനി രണ്ട് ടൈപ്പ് വോയിഡ് പഠിച്ചു അല്ലെ നമ്മൾ, ടെട്രാഹീഡ്രലും പഠിച്ചു, ഒക്ടാഹീഡ്രലും പഠിച്ചു. കമ്പാരിറ്റീവ്ലി നമ്മുടെ കാറ്റിയോൺസ് എന്ന് പറയുന്നത് കാറ്റിയോൺസ് റിലേറ്റീവ്ലി സ്മോളർ സൈസ് ആണെങ്കിൽ ദേ ഒക്യുപ്പൈഡ് ഇൻ ദി ടെട്രാഹീഡ്രൽ വോയിഡ്സ്. സോ സ്മോളർ സൈസ് ആണെങ്കിൽ ടെട്രാഹീഡ്രൽ വോയിഡിലും, അതല്ല കുറച്ചും കൂടി ബിഗർ സൈസസ് ആണെങ്കിൽ അവർ ഒക്ടാഹീഡ്രൽ വോയിഡ്സിലും ആയിരിക്കും കേട്ടോ പ്ലേസിംഗ് വരെ അല്ലെ ഒക്യുപ്പൈ ചെയ്യാം. സോ സ്മോളർ ഇനഫ് ആണെങ്കിൽ ഒരു ടെട്രാഹീഡ്രൽ വോയിഡ്സിലിരിക്കും, ഇനി ബിഗർ ആണെങ്കിലോ അവർ ഒക്ടാഹീഡ്രൽ വോയിഡ്സിലായിരിക്കും ഒക്യുപ്പൈ ചെയ്യാം. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ടെട്രാഹീഡ്രൽ വോയിഡും ഉണ്ടാകും, ഒക്ടാഹീഡ്രൽ വോയിഡും ഉണ്ടാകും എന്ന് പറഞ്ഞു. പക്ഷെ അത് എപ്പോഴും ഈക്വൽ നമ്പേഴ്സ് ഒന്നും ആയിരിക്കില്ല. അതായത് അല്ലെങ്കിൽ ഈക്വൽ നമ്പേഴ്സും ആയിരിക്കില്ല. പിന്നെ അതുപോലെ പറഞ്ഞല്ലോ ഓൾറെഡി n ഒക്ടാഹീഡ്രൽ വോയിഡ്സ് ഉണ്ടെങ്കിൽ 2n ടെട്രാഹീഡ്രൽ വോയിഡ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇവരെല്ലാം കംപ്ലീറ്റ്ലി ഒക്യുപ്പൈഡ് ഒന്നും ആയിരിക്കില്ല കേട്ടോ, ചിലതൊക്കെ ഫില്ല് ചെയ്യാതിരിക്കാറുണ്ട്. സോ അപ്പൊ എല്ലാ വോയിഡ്സും ഒന്നും ഫിൽഡ് ആയിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതിന്റെ ആ ഒരു ഫില്ലിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കെമിക്കൽ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട്. ആ കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുലയാണ്. സോ ദി ഗിവൺ കോമ്പൗണ്ട് ഫ്രാക്ഷൻ ഓഫ് ഒക്ടാഹീഡ്രൽ ആൻഡ് ടെട്രാഹീഡ്രൽ വോയിഡ്സ് ദാറ്റ് ആർ ഒക്യുപ്പൈഡ്, അവർ ഒക്യുപ്പൈ ചെയ്യുന്നതിന്റെ ആ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദി കെമിക്കൽ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട്. കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുലനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒക്ടാഹീഡ്രൽ വോയിഡ്സിന്റെ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഒക്യുപ്പേഷനും അതുപോലെ തന്നെ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന ആ ഒരു ഫ്രാക്ഷനും അതുപോലെ ടെട്രാഹീഡ്രൽ വോയിഡ്സിന്റെ ഒക്യുപ്പൈങ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് ക്ലോസ് പാക്കിംഗ്. ക്ലോസ് പാക്കിംഗ് എന്ന് പറയുമ്പോൾ 1 ഡയമെൻഷൻ ഉണ്ട്, 2 ഡയമെൻഷൻ ഉണ്ട്, 3 ഡയമെൻഷൻ ഉണ്ട്. ആക്ച്വലി 1 ഡയമെൻഷൻ പ്ലേസ് ചെയ്തിട്ടാണ്, 1 ഡയമെൻഷനിൽ റോ പ്ലേസ് ചെയ്തിട്ടായിരിക്കും 2 ഡയമെൻഷൻ കിട്ടുക. 2 ഡയമെൻഷനിൽ ലെയേഴ്സ് പ്ലേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് 3 ഡയമെൻഷൻ കിട്ടുക. ഓക്കെ, സോ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ക്രിസ്റ്റൽസിന്റെ ഉള്ളിൽ എന്താ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക, സ്ഫിയേഴ്സ് അറേഞ്ച് ചെയ്തിട്ട് ഉണ്ടാവുക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ് പോർഷൻ, ദാറ്റ് ഈസ് നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എഫിഷ്യൻസി കാണാം. അതായത് പാക്കിംഗ് എഫിഷ്യൻസി. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്ഫിയേഴ്സ് ആയിട്ടാണ് നമ്മൾ ആറ്റംസിനെ കൺസിഡർ ചെയ്തെന്ന് പറഞ്ഞു അല്ലെ. യൂണിറ്റ് സെല്ലിലുള്ള ആറ്റംസിനെ നമ്മൾ സ്ഫിയേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ എത്രത്തോളം ആ യൂണിറ്റ് സെല്ലിന്റെ ഉള്ളിൽ ഇവരുടെ പോർഷൻ, ഈ സ്ഫിയേഴ്സിന്റെ പോർഷൻ വരും, അതിനെയാണ് നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയാം. പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ പെർസെന്റേജ് ഓഫ് ടോട്ടൽ സ്പേസ് ഫിൽഡ് ബൈ ദി പാർട്ടിക്കിൾസ്. ഒരു യൂണിറ്റ് സെല്ല് നമ്മൾ അല്ലെങ്കിൽ സാധാരണ ക്യൂബായിട്ടല്ല എപ്പോഴും സെല്ല് കൺസിഡർ ചെയ്യുക, യൂണിറ്റ് സെല്ല് ക്യൂബായിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ ക്യൂബിന്റെ ഉള്ളിൽ എത്ര പെർസെന്റേജ് നമ്മുടെ ഈ സ്ഫിയേഴ്സിന്റെ ഏരിയ വരും അല്ലെങ്കിൽ വോളിയം വരും എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അതിനാണ് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയാം. അപ്പൊ നമ്മൾ ആക്ച്വലി പഠിച്ചനുസരിച്ച് ഇപ്പൊ CCP സ്ട്രക്ചർ അല്ലെങ്കിൽ HCP പഠിച്ചു, അതുപോലെ തന്നെ BCC സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട് ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ, അതുപോലെ ക്യൂബിക് പഠിച്ചു അല്ലെ. അപ്പൊ ഈ ഓരോ പാക്കിങ്ങിലും അല്ലെങ്കിൽ ഈ ഓരോ സ്ട്രക്ചേഴ്സിലും എത്രത്തോളം പാക്കിംഗ് എഫിഷ്യൻസി, അതായത് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ആറ്റംസിനെ പാക്ക് ചെയ്യാൻ പറ്റുക ഇതിൽ ഏത് ഫോമിലാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പിലാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുക പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് CCP അല്ലെങ്കിൽ HCP കേസാണ്. ഇപ്പൊ HCPയുടെ കേസിൽ ആക്ച്വലി പറയുവാണെങ്കിൽ HCP അല്ലെങ്കിൽ FCC സ്ട്രക്ചർ ആണ് അവർ ഫോളോ ചെയ്യണേന്ന് നേരത്തെ പറഞ്ഞു അല്ലെ. HCPയുടെ കേസിൽ FCC സ്ട്രക്ചർ ആണ് അവർ ഫോളോ ചെയ്യണതെന്ന് പറഞ്ഞു. സോ ആ കേസ് എടുക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ ക്യൂബിന് FCC എന്ന് പറയുമ്പോൾ ഫേസ് സെന്റേർഡ് ക്യൂബിക് ആണ്. ഫേസ് സെന്റേർഡ് ക്യൂബിക്കിന്റെ കേസിൽ ഇവര് ആറ്റംസ് പ്ലേസ് ചെയ്യുന്ന എപ്പോഴും കോർണറിൽ 8 കോർണറിൽ ആറ്റംസ് ഉണ്ടാകും, പ്ലസ് 6 ഫേസസിൽ ആറ്റംസ് ഉണ്ടാവും എന്നല്ലേ പറഞ്ഞിരിക്കണേ. സോ അപ്പൊ ടോട്ടലി അതിനുള്ള 8
എന്താ 8 കോർണറിലും ഉണ്ടാകും, 6 സ്പേസിലും സ്ഫിയേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഉണ്ടാവും അല്ലെ. സോ അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം വോളിയം അതിൽ ഫില്ലായിട്ടുണ്ട്, നമ്മുടെ യൂണിറ്റ് സെല്ലിൽ എത്രത്തോളം വോളിയം ഫില്ലായിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് പോവാം. അപ്പൊ നമുക്ക് എന്തൊക്കെ വേണം? സ്ഫിയേഴ്സിന്റെ വോളിയവും വേണം, പ്ലസ് നമ്മുടെ യൂണിറ്റ് സെല്ലിന്റെ വോളിയവും കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ആദ്യം ഈ സ്ഫിയേഴ്സിന്റെ വോളിയം കണ്ടുപിടിക്കാൻ പോകണം. ഇപ്പൊ സ്ഫിയേഴ്സിന്റെ കേസ് എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആറ്റംസിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആറ്റംസ് ഇരിക്കുക. ഇപ്പൊ എ ബി ക്യൂബാണ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ അതിന്റെ എ എന്ന് പറയുന്ന കോർണറിൽ ഒരു ആറ്റം ഉണ്ടാകും, സി എന്ന് പറയുന്ന കോർണർ ആക്ച്വലി ഡയഗണലി ആണ് എടുത്തിരിക്കുന്നത്, ഇവിടെ ഒരു ആറ്റം ഉണ്ടാകും. ദെൻ ഈ ഡയഗണൽ അതിന്റെ ഡയഗണൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്ലേസിലും ബോട്ടം പോർഷനിലും ഒരു ആറ്റം ഉണ്ടാകും, അതിന്റെ നടുക്കായിരിക്കും ഫേസ് സെന്റർ ആയിട്ടുള്ള ആറ്റം ഇരിക്കുക. സോ ഡയഗണലി നമ്മൾ കൺസിഡർ ചെയ്തു. സോ ഈ പറഞ്ഞ ക്യൂബിന്റെ എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത് എ ആണെന്ന് വിചാരിക്കാം. അതിന്റെ എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത് എ ആണ്. സോ എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത് വി ടേക്ക് ഇറ്റ് ആസ് എ ആണെങ്കിൽ ദ ഫേസ് ഡയഗണൽ എന്ന് പറയുന്നത് ഫേസ് ഡയഗണൽ ഇസ് ബി. പി എന്ന് പറയുന്നത് അതിന്റെ ഫേസ് ഡയഗണലും എ എന്ന് പറയുന്നത് എഡ്ജ് ലെങ്ത്തുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഫേസ് ഡയഗണൽ ബി എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് ബിയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിപ്പോൾ നമ്മളൊരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാന്ന് വിചാരിച്ചു. കൺസിഡർ ദ ട്രയാങ്കിൾ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ബി കണ്ടുപിടിക്കണം അല്ലെ. ബി എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എ സി. നമ്മൾ പൈതഗോറസ് തിയറം ഒക്കെ അനുസരിച്ച് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടില്ലേ ഒരു ട്രയാങ്കിളിന്റെ സി പാർട്ട് കണ്ടുപിടിക്കാൻ, അതായത് അതിന്റെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ അപ്പൊ ഇവിടെ എ സി എന്ന് പറയുന്നത് എന്താ? ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ അല്ലെ. എ സി സ്ക്വയർ നമുക്ക് ബി സ്ക്വയർ എന്ന് കൊടുത്തൂടെ, കാരണം ബി എന്ന് പറയുന്നത് അതിന്റെ ഫേസ് ഡയഗണൽ ആണെങ്കിൽ എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ അല്ലെ. എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ എ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എ ബി അല്ലെങ്കിൽ ബി സി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എഡ്ജ് ലെങ്ത് അല്ലെ. എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത് എന്താ? എ ആന്ന് പറഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ എ ബി സ്ക്വയർ എന്തായിരിക്കും? ദാറ്റ് ഇസ് എ സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് പറയുന്നതും എ സ്ക്വയർ തന്നെയായിരിക്കും. സോ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2a സ്ക്വയർ. ഓക്കെ, ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2a സ്ക്വയർ എന്ന് കിട്ടും. സോ അതിന്റെ ഉള്ളിൽ നിന്ന് ബി ഇസ് ഈക്വൽ ടു ഇതിന്റെ റൂട്ട് ഓഫ് ആണ്. സോ ദാറ്റ് ഇസ് റൂട്ട് 2a എന്ന് കിട്ടും. ബി എന്ന് പറയണത് റൂട്ട് 2a ആണ്. അതായത് ഫേസ് ഡയഗണൽ എന്ന് പറയുന്നത് ഈക്വൽ ടു റൂട്ട് 2a ആയിരിക്കും. അപ്പൊ എഡ്ജ് ലെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫേസ് ഡയഗണൽ എത്രയാന്ന് കണ്ടുപിടിക്കാം. ഇനി ഈ ഫേസ് ഡയഗണലിന്റെ വാല്യൂ നോക്കിയപ്പോൾ സപ്പോസ് നമ്മുടെ സ്ഫിയേഴ്സിന്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്ഫിയേഴ്സിന് റേഡിയസ് എന്ന് പറയുന്നത് 6 ആണ് അതിന്റെ റേഡിയസ് എന്ന് വിചാരിക്കാം. 6 ആണ് സ്ഫിയേഴ്സിന്റെ റേഡിയസ് എങ്കിൽ നോക്കി ഈ ബി സ്ക്വയറിന്റെ ടോട്ടൽ ലെങ്ത് അല്ലെങ്കിൽ ആ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇപ്പൊ ബിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ ആറ്റത്തെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ ആറ്റം കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഉണ്ട് അല്ലെ. സോ അതായത് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതിന്റെ ഡയമെൻഷൻ ആയിരിക്കും അത് കവർ ചെയ്യുന്ന ആ ലെങ്ത്, ആ ബിയുടെ ലെങ്ത് അല്ലെങ്കിൽ ബിയുടെ പോർഷനിൽ ആ ലെങ്ത് വരിക ആ സ്ഫിയറിന്റെ ഡയമീറ്റർ ആയിരിക്കും, അതായത് 2r ആയിരിക്കും. സോ അപ്പോൾ ഓൾറെഡി ഈ പോർഷൻ 2r ആന്ന് കിട്ടി. ഇനി ഇതേ സി എന്ന് പറയുന്ന ആറ്റം അല്ലെങ്കിൽ സി എന്ന് പറയുന്ന പോയിന്റിൽ ഇരിക്കുന്ന ആറ്റത്തിൽ എന്തോരം കവർ ചെയ്യുന്നുണ്ട്? 6 കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ എയിലും എത്ര കവർ ചെയ്യുന്നുണ്ട്? 6 കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ടോട്ടലി ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ബി ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ബിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 6 റേഡിയസ് ആണെങ്കിൽ 4r ആയിരിക്കും ബിയുടെ ലെങ്ത്. നേരെ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഇസ് 4r ഇസ് ഈക്വൽ ടു ഇപ്പൊ ഇത് ഇക്വേഷൻ നമ്പർ 1ഉം ഇത് ഇക്വേഷൻ നമ്പർ 2 ആന്ന് വിചാരിച്ചു. സോ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 1, 2 കൊണ്ടൊന്ന് 1ലിടുക. സോ 4r ഇസ് ഈക്വൽ ടു റൂട്ട് 2a എന്ന് കിട്ടും അല്ലെ. 4r ഇസ് ഈക്വൽ ടു റൂട്ട് 2a. സോ ഇറ്റ് ഈസ് 4r ഇസ് ഈക്വൽ ടു റൂട്ട് 2a എന്ന് കിട്ടി. അതിൻ്റെ ഉള്ളിൽ നിന്ന് എ കാൽക്കുലേറ്റ് ചെയ്ത് എ എന്ന് പറയുന്നത് 4r ബൈ റൂട്ട് 2 എന്ന് കിട്ടി. 4r ബൈ റൂട്ട് 2. എ ഇസ് ഈക്വൽ ടു 4r ബൈ റൂട്ട് 2 എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 4r ബൈ റൂട്ട് 4r ബൈ റൂട്ട് 2 അല്ലേ. സോ നമുക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഇസ് 4 എന്ന് പറയുന്നതിനെ വി ക്യാൻ റൈറ്റ് 2 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് എഴുതാം. കാരണം വെച്ചാൽ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ആണ് 2 എന്ന് പറയുന്നത്. സോ ഇപ്പം നമ്മൾ അവനെ എന്ത് ചെയ്തു? നമുക്ക് ഷോർട്ട് ആക്കാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ എഴുതിയത്. 2 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് എഴുതി ഇൻറ്റു r ഡിവൈഡഡ് ബൈ റൂട്ട് 2. സോ റൂട്ട് 2 കട്ട് ചെയ്ത് പോകും. വി ഗെറ്റ് 2 റൂട്ട് 2 r എന്ന് കിട്ടി. സോ എഡ്ജ് ലെങ്ത് എ ഇസ് ഈക്വൽ ടു ഇപ്പൊ റേഡിയസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എഡ്ജ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. സോ എ ഇസ് ഈക്വൽ ടു 2 റൂട്ട് 2r. ദിസ് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് എടുക്കാം. ഓക്കെ, സോ അപ്പോൾ എ ഇസ് ഈക്വൽ ടു
2√2r എന്ന് കിട്ടിയില്ലേ? ദാറ്റ് ഇസ് ഇക്വേഷൻ നമ്പർ 3 ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ആക്ച്വലി വേണ്ടത് എന്തായിരുന്നു? നമ്മുടെ യൂണിറ്റ് സെല്ലിന്റെ വോളിയവും അതുപോലെ തന്നെ സ്ഫിയേഴ്സ് കവർ ചെയ്യുന്ന വോളിയം അല്ലെ. ഓൾറെഡി പറഞ്ഞു ഇപ്പൊ നമ്മുടെ CCP സ്ട്രക്ചർ അല്ലെങ്കിൽ HCP സ്ട്രക്ചർ എന്ന് പറയുന്നത് FCC സ്ട്രക്ചർ തന്നെയാന്ന് പറഞ്ഞു അല്ലെ. FCC സ്ട്രക്ചറിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതല്ലേ? ഓരോ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് സെൽ എടുക്കുവാണെങ്കിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ FCCയുടെ കേസ് എടുക്കുമ്പോൾ അതിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ FCC യൂണിറ്റ് സെൽ എത്രയായിരുന്നു? ഇറ്റ് ഇസ് 4 ആറ്റംസ്, റൈറ്റ്? 4 ആറ്റംസ് അല്ലേ ടോട്ടലി ഉണ്ടാവുള്ളൂ. നമ്മൾ 8 കോർണറിൽ 1/8 6 ഫേസസിൽ 1/2 വെച്ചിട്ട് 1/8 × 8 ദാറ്റ് ഇസ് 1 ആറ്റം. റിസൾട്ടന്റ് വരിക 1 ആറ്റം ആയിരിക്കും. അതുപോലെ 6 ഫേസിലും ഹാഫ് വെച്ചിട്ട് 3 ആറ്റംസ്. സോ ടോട്ടലി 4 ആറ്റംസ് ആയിരിക്കും FCC സ്ട്രക്ചർ അല്ലെങ്കിൽ FCC യൂണിറ്റ് സെല്ലിനകത്ത് ഉണ്ടാവുക. സോ 4 ആറ്റംസ്. ഇനി ഓരോ ആറ്റംസും എന്തായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? സ്ഫിയേഴ്സ് ആയിട്ടാണ് അല്ലെ. അപ്പൊ 4 ആറ്റത്തിന്റെ വോളിയം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 4 സ്ഫിയേഴ്സിന്റെ വോളിയം കണ്ടുപിടിച്ചപ്പോലെ. ഇനി സ്ഫിയറിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താ? വോളിയം ഓഫ് സ്ഫിയറിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ ദാറ്റ് ഇസ് 4/3 πr³ അല്ലെ. 4/3 πr³ ആണ് സ്ഫിയറിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ അത് ഒരു സ്ഫിയറിന്റെ വോളിയം ആണ്. ഇവിടെ നമുക്ക് എത്ര സ്ഫിയേഴ്സ് ഉണ്ട്? 4 സ്ഫിയേഴ്സ് ഉണ്ട്. സോ വോളിയം ഓഫ് 4 സ്ഫിയേഴ്സ് അല്ലെ. വോളിയം ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ വോളിയം ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ആറ്റംസിനല്ലേ, സ്ഫിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റംസ് അല്ലേ. സോ വോളിയം ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 4 ആറ്റം ആണ് കേട്ടോ. വോളിയം ഓഫ് 4 ആറ്റംസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 4 × 4/3 πr³ ദാറ്റ് ഇസ് 16/3 πr³ എന്ന് കിട്ടി. സോ ദാറ്റ് ഇസ് വോളിയം ഓഫ് ദി സ്ഫിയേഴ്സ് അല്ലെങ്കിൽ വോളിയം ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. ഇനി നമുക്ക് എന്തിന്റെ വോളിയം വേണം? യൂണിറ്റ് സെല്ലിന്റെ വോളിയം വേണം. സോ വോളിയം ഓഫ് യൂണിറ്റ് സെൽ is equal to AQ. കാരണം അത് ക്യൂബാണ്. സോ ഇറ്റ് ഇസ് എഡ്ജ് ലെങ്ത്തിന്റെ ക്യൂബ് ആയിരിക്കും വോളിയം എന്ന് പറയുന്നത്. സോ A³ is equal to A എത്രയാന്നാ പറഞ്ഞത്? 2√2r ആണെങ്കിൽ 2 × √2r³ which is equal to എത്ര വരും? 2 ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 8. √2 ക്യൂബ് എന്ന് പറയുമ്പോൾ 2 × √2 എന്ന് വരും. കാരണം √2 ക്യൂബ് ആണേ. √2 × √2 എന്ന് വരും അല്ലെ. √2 ക്യൂബ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു √2 × √2 എന്ന് വരും. സോ √2 × √2 എന്ന് പറയുന്നത് 2 × √2. സോ 8 × 2√2r³ വിച്ച് ഇസ് ഈക്വൽ ടു 16 × √2r³ എന്ന് വരും. ദാറ്റ് ഈസ് ദി വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ. സോ 16 × √2 × r³ അതാണ് വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ. ഇനി ഓക്കെ. സോ നമുക്കപ്പോൾ വോളിയം ഓഫ് ദി സ്ഫിയറും കിട്ടി, അതുപോലെ തന്നെ വോളിയം ഓഫ് ദി യൂണിറ്റ് സെല്ലും കിട്ടി. പാക്കിംഗ് എഫിഷ്യൻസി എന്താണെന്നാ പറഞ്ഞത്? ആ യൂണിറ്റ് സെല്ലിൽ എത്ര പോർഷൻ നമ്മുടെ സ്ഫിയേഴ്സ് വരുന്നുണ്ട്, എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നാ കണ്ടുപിടിക്കേണ്ടത്. സോ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയണത് വിച്ച് ഇസ് ഈക്വൽ ടു ദി വോളിയം ഓഫ് പാർട്ടിക്കിൾസിന്റെ വോളിയം ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ അല്ലെ. യൂണിറ്റ് സെല്ലിന്റെ വോളിയം ഇൻറ്റു 100 അത്രയായിരിക്കും പാക്കിംഗ് എഫിഷ്യൻസി. അത്രയും പെർസെൻറ്റേജ് ആയിരിക്കും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വോളിയം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ എത്രയാണ് ഇവിടെ കിട്ടിയത്? 16/3 × πr³ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് 16 × √2r³ ഇൻറ്റു 100 അല്ലേ. സോ r³ കട്ട് ചെയ്തു, 16 കട്ട് ചെയ്തു പോകും. സോ ഫൈനലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 74%. അതായത് 74% ഓഫ് ദി യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒക്യുപ്പൈഡ് ആയിരിക്കും. ഈ 4 ആറ്റംസും കൂടി 74% ഒക്യുപ്പൈ ചെയ്യുന്നുണ്ടാകും. സോ ദ പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് HCP അല്ലെങ്കിൽ CCP സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈക്വൽ ടു 74% ആയിരിക്കും. 100% എടുക്കുവാണെങ്കിൽ അതിൽ 74%ഉം എന്തായിരിക്കും? സ്ഫിയേഴ്സ് കവേർഡ് ആയിരിക്കും. ഞാൻ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്ന നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ മെൻഷൻ ചെയ്യാൻ ജസ്റ്റ് വിട്ടുപോയി.
വിട്ടുപോയി ഞാൻ, അത് വിട്ടുപോയതാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ FCC അല്ലെങ്കിൽ ഈ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ HCP ആയാലും CCP സ്ട്രക്ചർ ആയാലും അത് FCC എന്ന് പറയുന്ന സ്ട്രക്ചർ ആയാലും അതിന്റെ കോർഡിനേഷൻ നമ്പർ മെൻഷൻ ചെയ്തില്ല. കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 12 ആയിരിക്കും കേട്ടോ. അതായത് ഒരു ആറ്റത്തിന് ചുറ്റിനും 12 ആറ്റംസ് ടച്ച് ചെയ്തിട്ടുണ്ടാകും. സോ HCP എടുത്താലും CCP എടുത്താലും FCC എടുത്താലും സോ FCC അല്ലെങ്കിൽ CCP സ്ട്രക്ചറിന്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് ഈക്വൽ ടു 12 ആയിരിക്കുമേ. 12 ഒരു ആറ്റത്തിനെ ടച്ച് ചെയ്തിരിക്കുന്ന സ്ഫിയേഴ്സിന്റെ അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 12 ആയിരിക്കും. ഓക്കെ, സോ അപ്പൊ നമ്മളിവിടെ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിച്ചു. പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് CCP അല്ലെങ്കിൽ HCP സ്ട്രക്ചർ എന്ന് പറയുന്നത് 74% ആണ്. ഇനി നെക്സ്റ്റ് സ്ട്രക്ചർ ദാറ്റ് ഇസ് BCCയുടെ കേസ്, അതായത് ബോഡി സെന്റേർഡിന്റെ കേസ്. ബോഡി സെന്റേർഡിന്റെ കേസ് എടുക്കുവാണെങ്കിൽ അതിന്റെ പാക്കിംഗ് എഫിഷ്യൻസി എത്രയാന്ന് നോക്കാം. സോ ഇവിടെ ബോഡി സെന്റേർഡ് ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ക്യൂബിന്റെ ഈ ആറ്റം എന്ന് പറയുന്നത് A എന്ന് പറയുന്നത് ഫ്രണ്ടിലാണ് ഇരിക്കുക. ദെൻ ബോഡി സെന്ററിൽ ഒരു ആറ്റം ഉണ്ടാകും. ദെൻ ബാക്കിൽ ഇത് ഡയഗണലി ആണ് എടുത്തിരിക്കുന്നത്. ബോഡി ഡയഗണൽ ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ അപ്പൊ അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുക ഫ്രണ്ടിൽ ഒരു ആറ്റം ഇരിക്കുന്നത്, ഫ്രണ്ടിലെ ക്യൂബിന്റെ ഫ്രണ്ടിൽ വരുന്ന ആറ്റം, അതായത് ടോപ്പ് കോർണർ, ഇത് ഫ്രണ്ടിലെ കോർണറിൽ വരുന്നത്. ദെൻ ബോഡി സെന്റർ. പിന്നെ വരുന്ന തേർഡ് ആറ്റം എന്ന് പറയുന്നത് ബാക്ക് സൈഡിലായിരിക്കും, അതായത് ബോട്ടം സൈഡിലെ ബാക്ക് സൈഡിലേക്ക് വരുന്ന ആറ്റം ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്ത് ബോഡി ഡയഗണൽ ആയിട്ടാണ് ആറ്റംസ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ബോഡി ഡയഗണലിന് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത് C എന്നാണ്. അതുപോലെ തന്നെ 2 ബോഡി ഡയഗണൽസ് ഉണ്ട്. ഒന്ന് നമ്മൾ താഴത്തെ ബോഡി ഡയഗണൽ എടുത്തു, പിന്നെ അതുപോലെ തന്നെ ടോപ്പ് ടു ബോട്ടം എടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് നോക്കാം സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. സോ ഇതിന്റെയും എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത് A ആണ്, ബോഡി ഡയഗണൽ എന്ന് പറയുന്നത് C ആണ്. സോ ബോഡി ഡയഗണൽ എന്ന് പറയുന്നത് ബോഡി ഡയഗണൽ ഈസ് ഈക്വൽ ടു C ആണ്. നമുക്ക് ഡയറക്റ്റ് സിയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ച് ടഫ് ആയതുകൊണ്ട് നമുക്ക് 2 ട്രയാങ്കിൾസ് ആയിട്ട് ഇവന്മാരെ സെപ്പറേറ്റ് ചെയ്യാം. അതായത് ആദ്യം ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ ട്രയാങ്കിൾ ആണ്. സോ ഫസ്റ്റ് ഐ കൺസിഡർ ട്രയാങ്കിൾ EFD. EFD കൺസിഡർ ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. EFD എന്ന് പറയണ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണ്. EFD ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഐ ഗെറ്റ് B കിട്ടും. ആ ബോഡി ഡയഗണൽ കിട്ടും, അല്ല സോറി ആ ഫേസ് ഡയഗണൽ. B എന്ന് പറയുന്നത് ഫേസ് ഡയഗണലാണ്. അപ്പൊ ഫേസ് ഡയഗണൽ കിട്ടും. ഫേസ് ഡയഗണൽ വെച്ചിട്ട് എനിക്ക് ഈ ബോഡി ഡയഗണൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ EFD കൺസിഡർ ചെയ്യുക. അതിൽ ബോഡി ഡയഗണൽ എന്ന് അല്ല സോറി ഫേസ് ഡയഗണൽ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് FD സ്ക്വയർ ഇസ് ഈക്വൽ ടു B സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു EF സ്ക്വയർ ഇൻറ്റു പ്ലസ് ED സ്ക്വയർ അല്ലേ. EF സ്ക്വയർ പ്ലസ് ആണ് ED സ്ക്വയർ. സോ EF സ്ക്വയർ എന്ന് പറയുന്നത് എഡ്ജ് ആണ്, ED എന്ന് പറയുന്നത് എഡ്ജ് ആണ്. സോ ദാറ്റ് ഇസ് A സ്ക്വയർ പ്ലസ് A സ്ക്വയർ. സോ B സ്ക്വയർ ഇസ് ഈക്വൽ ടു 2A സ്ക്വയർ എന്ന് കിട്ടും. B ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക, √2A എന്ന് കിട്ടും. B ഇസ് ഈക്വൽ ടു √2A എന്ന് കിട്ടി. ഇനി ആ B വെച്ചിട്ട് ഞാൻ C കാണാൻ പോവാം. സോ അപ്പോൾ ദെൻ ഐ എം ഗോയിങ് ടു കൺസിഡർ ദിസ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യാം. അപ്പൊ എനിക്കിപ്പോ B അറിയാം, AD ഓൾറെഡി എഡ്ജ് ലെങ്ത് ആണ്. ഇനി എനിക്ക് C കണ്ടുപിടിച്ചപ്പോ ഒരു സെയിം ഇക്വേഷൻ വെച്ച്. സോ കൺസിഡർ ദ നെക്സ്റ്റ് ട്രയാങ്കിൾ ദാറ്റ് ഇസ് ട്രയാങ്കിൾ AFD. AFD എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അതിന്റെ C ആണ് കേട്ടോ കാണാൻ പോകുന്നത്. സോ C സ്ക്വയർ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ C എന്ന് പറയുന്നത് ദാറ്റ് ഇസ് AF സ്ക്വയർ ഇസ് ഈക്വൽ ടു, ആ പാർട്ടാണ് C എന്ന് പറയാം. സോ C ഇസ് ഈക്വൽ ടു എങ്ങനെ വരും, FD സ്ക്വയർ പ്ലസ് AD സ്ക്വയർ അല്ലെ. FD സ്ക്വയർ പ്ലസ് AD സ്ക്വയർ. അതിൽ FD എന്ന് പറയുന്നതാണ് എന്ത്, B എന്ന് പറയുന്നത്. സോ B സ്ക്വയർ പ്ലസ് AD സ്ക്വയർ. AD സ്ക്വയർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ദി എഡ്ജ് ലെങ്ത്. FD സ്ക്വയർ പ്ലസ് AD സ്ക്വയർ. FD സ്ക്വയർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് B സ്ക്വയർ. AD സ്ക്വയർ എന്ന് പറയുന്നത് എഡ്ജ് ലെങ്ത് A സ്ക്വയർ. ബിയുടെ വാല്യൂ നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ. നമുക്ക് B സ്ക്വയറിന്റെ വാല്യൂ അറിയാമല്ലോ. B സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 2A സ്ക്വയർ പ്ലസ് A സ്ക്വയർ ദാറ്റ് ഇസ് 3A സ്ക്വയർ എന്ന് കിട്ടും അല്ലെ. C സ്ക്വയർ ഇസ് ഈക്വൽ ടു 3A സ്ക്വയർ എന്ന് കിട്ടും. ഇനി ബോഡി ഡയഗണൽ എന്ന് പറയുന്നതും ഈക്വൽ ടു 4R തന്നെയായിരിക്കും. കാരണം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ദേ ഇവിടെ നോക്കിയേ ഈ ആറ്റത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത് റേഡിയസ് ഇസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് സ്ഫിയർ എന്ന് പറയുന്നത് 6 ആണ് എങ്കിൽ ഈ സ്ഫിയറിന്, അതായത് ഈ C എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ള ആക്ച്വലി 3 ആറ്റംസാണ് വരിക. അതായത് ഒരെണ്ണത്തിന്റെ ഹാഫ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ളത്, ദെൻ ലാസ്റ്റ് വണ്ണും ഹാഫ് ആണല്ലോ വരിക. സോ അപ്പോൾ ഇതിന്റെ 6, ദെൻ ഇതിന്റെ 2R, അതായത് ഡയഗണൽ പ്ലസ് ഇയാളുടെ 6. സോ ടോട്ടലി ഇവിടെ 2R വരും, 6 പ്ലസ് 6. സോ ബോഡി ഡയഗണൽ എന്ന് പറയുന്നത് ഈക്വൽ ടു ദാറ്റ് ഇസ് C എന്ന് പറയുന്നത് ഈക്വൽ ടു 4R ആയിരിക്കും.
4r ആയിരിക്കും. സോ സി സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചു. സോ സി സ്ക്വയർ, ഇപ്പൊ സി എന്ന് പറയുന്നത് എന്താ, √3/a ആന്ന് കിട്ടി അല്ലേ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 4r. സോ 4r ഇസ് ഈക്വൽ ടു √3a എന്ന് വരും. a ഇസ് ഈക്വൽ ടു 4/√3r എന്ന് വരും. ഓക്കെ, എ എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത് 4/3r എന്ന് കിട്ടി അല്ലേ. സോ a ഇസ് ഈക്വൽ ടു 4/3r എന്ന് കിട്ടി. സോ ദാറ്റ് ഈസ് ദി എഡ്ജ് ലെങ്ത്. ഇനി നമുക്ക് എന്തോ കണ്ടുപിടിക്കണം, യൂണിറ്റ്. ഇത് നമ്മുടെ യൂണിറ്റ് സെല്ലിന്റെ വോളിയം കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ എത്ര സ്ഫിയേഴ്സ് ഉണ്ട് അതിന്റെ വോളിയം, പാർട്ടിക്കിൾസിന്റെ വോളിയം കണ്ടുപിടിക്കണം അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ദിസ് ഇസ് BCC സ്ട്രക്ചർ. ഇത് ബോഡി സെന്റേർഡ് ആണ്. ബോഡി സെന്റേർഡിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് വരും എന്നാ പഠിച്ചിരിക്കുന്നത്. ബോഡി സെന്റേർഡ് എന്ന് പറയുമ്പോൾ 8 കോർണറിൽ 1/8 വെച്ചിട്ട് ഒരു ആറ്റവും പ്ലസ് ബോഡി സെന്ററിലുള്ള ഒരു ആറ്റവും കൂടെ ചേരുമ്പോൾ ടോട്ടലി 2 ആറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. 2 ആറ്റംസ് എന്ന് പറയുമ്പോൾ 2 സ്ഫിയേഴ്സ്. അപ്പൊ വോളിയം ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ വോളിയം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, വോളിയം ഓഫ് പാർട്ടിക്കിൾസ്. വോളിയം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിളിന്റെ വോളിയം, സ്ഫിയർ ആയതുകൊണ്ട് ഒരു പാർട്ടിക്കിളിന്റെ വോളിയം 4/3πr³ ആണെങ്കിൽ 2 സ്ഫിയേഴ്സിന്റെ ആ വോളിയം എന്ന് പറയുന്നത് 2 × 4/3πr³ ആയിരിക്കും. 2 × 4/3πr³ ആയിരിക്കും. സോ that is 8/3πr³ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദി വോളിയം ഓഫ് പാർട്ടിക്കിൾസ്. ഇനി വോളിയം ഓഫ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്, വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഇസ് ഈക്വൽ ടു a³. എ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഈസ് 4/3r. അതിന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 4ന്റെ ക്യൂബ് വരെ 64 ഡിവൈഡഡ് ബൈ 3യുടെ ക്യൂബ് എന്ന് പറയുമ്പോൾ എത്ര വരും, √3 അല്ലേ. സോറി, 4/√3 ആണ്. സോ √3യുടെ ക്യൂബ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് 3√3r³. 3√3r³ എന്ന് വരും അല്ലേ. സോ ഇനി നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസി കാണാം. പാക്കിംഗ് എഫിഷ്യൻസി which is equal to the volume of particles, that is 8/3πr³ divided by 64/3√3r³. സോ സോൾവ് ചെയ്താൽ നമുക്ക് സൊല്യൂഷൻ ആയിട്ട് കിട്ടുക 68% ആയിരിക്കും. സോ 68% ഒക്യുപ്പൈഡ് ആയിരിക്കും ഇൻ കേസ് ഓഫ് BCC സ്ട്രക്ചർ. BCC സ്ട്രക്ചറിൽ 68% എന്തായിരിക്കും, പാർട്ടിക്കിൾസ് ആയിരിക്കും ഉണ്ടാവുക. ടോട്ടൽ 100% യൂണിറ്റ് സെല്ലിൽ 68% എന്തായിരിക്കും, പാർട്ടിക്കിൾസ് ആയിരിക്കും ഉണ്ടാവുക. അതിന്റെ അത്രയും പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് BCC എന്ന് പറയുന്നത് ഈക്വൽ ടു 68% ആയിരിക്കും വരിക. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ട്, ദാറ്റ് ഇസ് സിമ്പിൾ ക്യൂബിക്കിന്റെ കേസ് അല്ലെ. നമ്മൾ 3 എണ്ണം പഠിക്കുന്ന, ആദ്യം തന്നെ പഠിച്ചിരിക്കുന്നത് യൂണിറ്റ് സെൽസിൽ ആദ്യം പഠിക്കുക പ്രിമിറ്റീവ് അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് ആയിരിക്കും. പിന്നെ ഫേസ് സെന്റേർഡ്, ബോഡി സെന്റേർഡ്, എൻ സെന്റേർഡ് എന്ന് പറഞ്ഞാൽ പഠിക്കുക. എൻ സെന്റേർഡിലും ബോഡി സെന്റേർഡിലും ഏകദേശം ഈക്വൽ തന്നെ ആയിരിക്കും, കാരണം രണ്ടിലും 2 ആറ്റംസ് വെച്ചിട്ടുണ്ടാവുള്ളൂ. സോ അപ്പോൾ അവരുടെ പാക്കിംഗ് എഫിഷ്യൻസി ഏകദേശം ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ ക്യൂബിക്കിന്റെ കേസാണ്. സിമ്പിൾ ക്യൂബിക് എന്ന് പറയുമ്പോൾ ക്യൂബിന്റെ 8 കോർണേഴ്സിലും ഓരോ ആറ്റംസ് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സിമ്പിൾ ക്യൂബിക്കിന്റെ കേസാണ്. സിമ്പിൾ ക്യൂബിക് എന്ന് പറയുമ്പോൾ ആ ഒരു യൂണിറ്റ് സെൽ എടുക്കണം. യൂണിറ്റ് സെൽ ക്യൂബ് ആയിരിക്കും, ക്യൂബിന്റെ 8 കോർണേഴ്സിലായിട്ടായിരിക്കും പാർട്ടിക്കിൾസ് എടുക്കുക. സോ അപ്പോൾ ആ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അതിന്റെ വോളിയം കണ്ടുപിടിക്കണം. ഫസ്റ്റ് അല്ലേ യൂണിറ്റ് സെല്ലിന്റെ വോളിയം കണ്ടുപിടിക്കാം. ഇത് എഫ്. സോ ABCDF എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്യൂബ് വരച്ചു. ക്യൂബിന്റെ 2 കോർണറിലായിട്ട്, 8 കോർണറിലും ഉണ്ടാകും. ഇപ്പൊ 2 കോർണർ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. സോ ദി വോളിയം ഓഫ് ക്യൂബ് നമുക്ക് ആദ്യം നോക്കാം. വോളിയം ഓഫ് എഡ്ജ് ലെങ്ത് A ആയിരിക്കും കേട്ടോ. വോളിയം ഓഫ് ക്യൂബ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു A³ ആയിരിക്കും അല്ലെ. A³ ആണ്. സോ A³ നമ്മൾ കൊടുത്തു. വോളിയം ഓഫ് ക്യൂബ് എന്ന് പറയുന്നത് A³ ആയിരിക്കും. ഇനി നോക്കിയേ എയുടെ ലെങ്ത് എങ്ങനെ കാണാം. സോ ഈ പാർട്ടിക്കിളുടെ സെന്റർ ഇപ്പൊ ഈ ഒരു കോർണർ എടുക്കുവാണെങ്കിൽ ആ കോർണറിലായിരിക്കും ഒരു ആറ്റം ഇരിക്കുക, മറ്റേ കോർണറിലായിരിക്കും മറ്റേ ആറ്റം ഇരിക്കുന്നത്. അപ്പൊ ഈ എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, അവരുടെ റേഡിയസിന്റെ ട്വൈസിന് ഈക്വൽ ആയിരിക്കില്ലേ അല്ലെ. ഇതിന്റെ ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ളത് R എന്ന് പറയുന്ന റേഡിയസും ഇപ്പുറത്തേക്കുള്ളത് R ആണെങ്കിൽ സോ ടോട്ടലി A എന്ന് പറയുന്നത് എന്തായിരിക്കും, 2R ആയിരിക്കും അല്ലെ. A എന്ന് പറയുന്നത് 2R ആയിരിക്കുമല്ലോ. സോ അങ്ങനെയാണെങ്കിൽ A³ എന്ന് പറയുന്നത് എത്രയായിരിക്കും, ദാറ്റ് ഈസ് 2Rന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 8R³. സോ ദ വോളിയം ഓഫ് ക്യൂബ് കിട്ടി. വോളിയം ഓഫ് യൂണിറ്റ് സെൽ കിട്ടി. ഇനി നമുക്ക് വോളിയം ഓഫ് പാർട്ടിക്കിൾ കണ്ടുപിടിക്കണ്ടേ. സോ ദി വോളിയം ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എത്ര പാർട്ടിക്കിൾ ഉണ്ട് ക്യൂബിക്കിന്റെ ഉള്ളില്,
എത്ര ആറ്റംസ് വരും? ഒറ്റ ആറ്റമേ ഉണ്ടാവുള്ളൂ. 1/8 × 8. സോ ഒറ്റ ആറ്റമേ വരുള്ളൂ. സോ അതിന്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr³. സോ ഇത് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയാം. പാക്കിംഗ് efficiency equal to 4/3 πr³ divided by 8r³. So answer വരെ 52.4% ആയിരിക്കും. 52.4% ആയിരിക്കും ക്യൂബിക്, സിമ്പിൾ ക്യൂബിക്കിന്റെ പാക്കിംഗ് എഫിഷ്യൻസി വരിക. അപ്പം നമ്മൾ ഓൾറെഡി FCCയുടെ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടു. FCCയുടെ പാക്കിംഗ് എഫിഷ്യൻസി എത്രയായിരുന്നു? FCCയുടെ കേസിൽ പാക്കിംഗ് എഫിഷ്യൻസി വരിക 74% ആണ്. ദെൻ BCCയുടെ കേസിൽ പാക്കിംഗ് എഫിഷ്യൻസി വരിക 68% വന്നു. അതായത് 68% ഫിൽഡ് ആയിരിക്കും, ബാക്കി സ്പേസ് എംപ്റ്റി ആയിരിക്കും കേട്ടോ. സോ ഇനി ലാസ്റ്റ് പഠിച്ച സിമ്പിൾ ക്യൂബിക്കിന്റെ കേസിൽ പാക്കിംഗ് എഫിഷ്യൻസി 52.4%. സോ അപ്പം ബാക്കി സ്പേസ് എംപ്റ്റി ആയിരിക്കും. ഈ കണ്ടുപിടിച്ചിരിക്കുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് വോളിയം യൂണിറ്റ് സെല്ലിന്റെ ഉള്ളിൽ പാർട്ടിക്കിൾസ് ഒക്യുപ്പൈഡ് ആയിരിക്കും എന്നുള്ളതാണ്. ബാക്കി സ്പേസ് എംപ്റ്റി ആയിരിക്കും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ അപ്പം മോർ എഫിഷ്യൻറ്റ് പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആപ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും തിക്കായിട്ട് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന കേസിന് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നതായിരിക്കും ഏറ്റവും എഫിഷ്യൻറ്റ് പാക്കിംഗ് എന്ന് പറയാം. അങ്ങനെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും ഏറ്റവും എഫിഷ്യൻറ്റ്, അതായത് ഏറ്റവും കൂടുതൽ സ്പേസ് ഫിൽഡ് ആയിരിക്കുന്ന ഏത് കേസായിരിക്കും? FCCയുടെ കേസായിരിക്കും. കാരണം FCCക്കാണ് ഏറ്റവും കൂടുതൽ പാക്കിംഗ് എഫിഷ്യൻസി ഉള്ളത്. സോ മോർ എഫിഷ്യൻ്റ്ലി നമുക്കൊരു ക്രിസ്റ്റൽ അല്ലെങ്കിൽ മോർ എഫിഷ്യൻ്റ്ലി ഒരു ക്രിസ്റ്റൽ പാക്ക് ചെയ്തിരിക്കുന്ന എപ്പോഴും FCC സ്ട്രക്ചേഴ്സ് ഉള്ള ക്രിസ്റ്റൽസിനായിരിക്കും എഫിഷ്യൻസി കൂടുതൽ. കറക്റ്റഡ് എഫിഷ്യൻറ്റ് പാക്കിംഗ് എന്ന് പറയുന്നത് FCC പാക്കിംഗ് ആയിരിക്കും. അതിനുശേഷം വരിക BCC ആയിരിക്കും. 68% നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ദെൻ സിമ്പിൾ ക്യൂബിക്കിനാണ് ഏറ്റവും എഫിഷ്യൻസി കുറവ് വരിക 52%. അതായത് മോർ ദാൻ 50% വരുന്നുള്ളൂ. ഏറ്റവും എഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് FCC പാക്കിംഗ് ആയിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ ഇന്ന് പഠിച്ചത്. എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്? ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. അതായത് എങ്ങനെയൊക്കെ നമുക്ക് ക്രിസ്റ്റൽസിൻ്റെ ഉള്ളിലെ പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ യൂണിറ്റ് സെല്ലിൽ പാർട്ടിക്കിൾസിനെ നമുക്ക് എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ക്രിസ്റ്റൽസിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെയാണ് ഇവന്മാരെ പാക്ക് ചെയ്തിരിക്കുന്ന അറേഞ്ച്മെന്റ്, ഈ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് ആ ഓരോ അറേഞ്ച്മെന്റ് എന്നുള്ളത് കണ്ടുപിടിച്ചു. അതാണ് പാക്കിംഗ് എഫിഷ്യൻസി. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, ബട്ട് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ എല്ലാം നന്നായിട്ട് പഠിക്കുക. സോ നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. സോ താങ്ക് യു.